നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1756 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നന്ദി. ഇന്ന് നമുക്ക് അതിഥിയെ എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഡോക്ടർ PS നിത്യ, BHMS MA സൈക്കോളജി, PG in Counseling, Kerala University, ട്രെയിനർ NLP, മെഡിക്കൽ ഓഫീസർ ആയുഷ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മാറാനെല്ലൂർ, തിരുവനന്തപുരം, ഒപ്പം എന്ന പ്രൊജക്ടിന്റെ മുൻ നോഡൽ ഓഫീസർ, കൺസൾട്ടന്റ് കൗൺസിലർ, PDC അഡോളസന്റ് മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും MLAയിൽ നിന്നും ധാരാളം അവാർഡുകൾ നേടിയിട്ടുള്ള വ്യക്തിത്വം. 200-ലധികം പൊതുജനാരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകാനായി 23 വർഷത്തെ ചികിത്സാ പരിചയമുള്ള ഡോക്ടർ ഇന്ന് നമുക്ക് കേസ് അവതരണമാണുള്ളത്. ഇതിലേക്കായി ഡോക്ടർ PS നിത്യയെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. താങ്ക് യു മാഡം. അപ്പം നമ്മൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ എടുക്കുന്നതിനകത്ത് മിക്കവാറും നമ്മൾ അക്യൂട്ട് എന്തെങ്കിലും ഒരു ഡിസീസ് അതിന്റെ ഡിഫറെന്റ് മെഡിസിൻസിന്റെ ഡിഫറൻസ് ഒക്കെ നമ്മൾ നോക്കിയത്. അപ്പൊ ഇന്ന് ഞാനൊരു കേസ് പ്രസന്റേഷനാണ്. അപ്പൊ പൊതുവെ എന്റെ ഞാൻ കഥയായിട്ട് പറയുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും നമ്മുടെ ഒരു മെഡിസിന്റെ ഒരു എന്താ പറയുക, നമ്മുടെ സിംഗിൾ റെമഡി അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനകത്ത് ഇത്രയധികം ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റുന്നു എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ്. കാരണം നമുക്ക് ചിലപ്പോൾ നമ്മൾ ഹോമിയോ ഡോക്ടേഴ്സിന്റെ ഒക്കെ ഒരു പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്ലീപ്ലെസ്നെസ്, ഉറക്കമില്ലായ്മയായിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു കേസ് നമ്മൾ ഹോമിയോയിൽ എടുത്താൽ ശരിയാവുമോ, അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് ഷിസോഫ്രനിക് ആയിട്ട് തോന്നിക്കുന്ന ഒരു കേസ് നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് ശരിയാവുമോ? കാരണം അലോപ്പതി മെഡിസിൻ കഴിച്ചിട്ടിരിക്കുന്ന ഒരാളായിരിക്കും ചിലപ്പം അങ്ങനെ ശരിയാകുമോ എന്നൊരു ഭയം നമുക്കുണ്ടാകും. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അലോപ്പതി മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന കേസ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ എൻവയോൺമെന്റ് മാറ്റി കൊടുക്കുക എന്നാണ്. ആദ്യം അവിടുത്തെ സാഹചര്യം എന്ത് മാറ്റി കൊടുക്കാൻ പറ്റുമോ അത് മാറ്റി കൊടുത്തിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ആ പേഷ്യന്റ് പതുക്കെ 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 ഓരോരോ ലെയർ ആയിട്ട് ഓപ്പൺ ചെയ്ത് വരും. ഔട്ട്സൈഡ് ലെയറിൽ നിന്ന് ആദ്യം പ്രസന്റിങ് സിംറ്റം, ഈ മരുന്നെല്ലാം കൂടെ കഴിച്ച് ഒരു മാസ്ക് ആയിട്ടിരിക്കുകയായിരിക്കും. മാസ്ക് ആയിട്ടിരിക്കുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അത് കീനോട്ട് പോയിന്റോ നാഷ് പോയിന്റോ കെൻ പോയിന്റോ എന്തെങ്കിലും നമുക്ക് ഒരെണ്ണം കിട്ടും. അപ്പൊ അത് വെച്ചാൽ കേസ് താക്കോലിട്ട് തുറക്കാൻ പറ്റും. പിന്നെ തുറന്നു കഴിയുമ്പോൾ ഓരോരോ അലമാരകൾ ഇങ്ങനെ വരും. ആ ഓരോരോ അലമാരയെ നമ്മൾ പിന്നെ പതുക്കെ 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 തുറന്നു കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ആ പോയിന്റിലേക്ക് പോയി എത്തും. പക്ഷേ ഇതിനെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ നമുക്ക് എല്ലാവർക്കും ഹേർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഇമോഷണൽ ട്രോമാസ് ഉണ്ടാവും. അപ്പൊ ഈ കുഞ്ഞിലെയുള്ള ഈ ജനിച്ച് നമ്മളുടെ എന്താ പറയുന്നത് കൗമാര സ്റ്റേജ് വരെയോ അല്ലെങ്കിൽ കൗമാര സ്റ്റേജ് കഴിയുന്നിടം വരെയോ വലിയ ട്രോമാസ് ഏൽക്കാതെ, വലിയ ആഘാതം ഏൽക്കാതെ വരുന്ന ആൾക്കാർക്ക് വളരെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നാൽ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കുഞ്ഞുകാലം മുതലേ എന്താണ് നല്ലപോലെ ഇമോഷണൽ ട്രോമാസ് എടുത്തു വരുന്ന ആൾക്കാർക്ക് ആ സങ്കടത്തിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ എന്താവുക, അവര് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ്, ഇറിറ്റബിളും ആയിട്ട് മാറും. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ കേസ് അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ഉള്ള പലരും അവര് എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവര് കടന്നുപോയ ട്രോമാസ് പൊതുവെ കുറവായിരിക്കും. ചിലപ്പം ആഫ്റ്റർ മാരേജ് ആയിരിക്കും അവർ ചിലപ്പോൾ ഇമോഷണൽ ട്രോമയിലോട്ട് എക്സ്പോസ്ഡ് ആവുന്നത്, അല്ലെങ്കിൽ ആഫ്റ്റർ പ്രൊഫഷൻ ഒക്കെ ആയിരിക്കാം, ഏതെങ്കിലും ഒരു സ്റ്റേജിലായിരിക്കാം. പക്ഷെ ആ ഗ്രൂമിങ് ഫേസിൽ മനസ്സെന്ന് പറഞ്ഞത് രൂപപ്പെട്ട് വരുന്ന സമയത്ത് വലിയ ഹേർട്ടുകൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരെ കുറച്ച് നമ്മൾ അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓർഗനോണത്ത് അഫോറസത്തിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഓരോ ടൈപ്പ് ഓഫ് മെന്റൽ പേഷ്യൻസിനെയും. അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ കേസും എന്താണ് സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഉള്ള സൊമാറ്റിക് ഡിസീസ് മാത്രമായിട്ട് ആരും വരുന്നില്ല. സൈക്കോയിൽ നിന്ന് സൊമാറ്റിക്കിലേക്ക് പോവുകയോ സൊമാറ്റിക്കിൽ നിന്ന് സൈക്കോയിലേക്ക് പോവുകയോ ചെയ്യുന്ന കേസസ് നമ്മുടെ മുന്നിൽ വരുന്നില്ല. അപ്പൊ മൈൻഡ് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണെന്നുള്ള കാര്യം അതിനകത്ത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു കേസാണ്. പക്ഷെ എനിക്കതെന്തോ വളരെ ഇൻട്രസ്റ്റിങ്ങും ഭയങ്കര ഷോക്കിങ്ങും ഭയങ്കര ഹാപ്പിയുമായ ഒരു കേസാണ്. അതുകൊണ്ടാണ് ഷെയർ ചെയ്യാന്ന് വെച്ചത്. അതായത് എനിക്കൊരു കേസ് വന്നു. അപ്പം ഒരു 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 മാഡമാണ് എന്നെ വിളിക്കുന്നത്. അവരെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്ന ഒരു
മാഡം. അപ്പം അവര് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്ന മാഡം അല്ല, ഈ പേഷ്യന്റ് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നു. ആ മാഡം വേറെ ഏതോ ഡിപ്പാർട്ട്മെന്റാ. അപ്പൊ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൾക്ക് ഇങ്ങനെ ഭയങ്കരമായ തലവേദന, എപ്പോഴും തലവേദന, ക്രോണിക് ഹെഡേക്ക് ആണ്. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, ഹോമിയോ ഡോക്ടേഴ്സ് ഒത്തിരി പേരെ കാണിച്ചു. അവര് മെഡിസിൻ കൊടുക്കുമ്പോൾ ഇവക്ക് പെട്ടെന്ന് കുറയും. പക്ഷെ ഇവക്ക് പിന്നെയും മൈഗ്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഇവള് പിന്നെ ജോലിക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ ലീവ് എടുത്ത് നിൽക്കുക. അത്രയ്ക്ക് ഇവർക്ക് ഹെഡേക്ക് ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞപ്പോ ഇവരിങ്ങനെ, ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഡിസ്പെൻസറി കൊണ്ടുവന്നാൽ മതി. അല്ല മാഡം, വീട്ടിൽ വന്ന് കാണാം. മാഡം ഒന്ന് ശരിക്കൊന്ന് നോക്കിയാലേ പറ്റുള്ളൂ. ഇത് എന്തോ പ്രശ്നമുണ്ട് ഇവക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി വേറെ ഫാമിലി ഇഷ്യൂസ് ഒന്നുമില്ല. അവരെ ഹസ്ബൻഡും വൈഫും ഭയങ്കര ഹാപ്പി. ഹസ്ബൻഡ് ഗൾഫിലാണ്. ഹസ്ബൻഡ് നല്ല രീതിയിൽ ഒരു വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ വീട്ടിനകത്ത് ഇനി ചെയ്യാൻ സൗകര്യങ്ങളൊന്നുമില്ല, അതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു മെയ്ഡിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ വേറെ പ്രശ്നമൊന്നും വരാൻ സാധ്യതയില്ല. മന്ത്ലി അയാൾ നല്ലൊരു എമൗണ്ട് അയച്ചു കൊടുക്കും. ഇവരെന്താ പൈസ ചെയ്യുന്നതെന്ന് പോലും അയാൾ ചോദിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. പുള്ളി പിന്നെ 6 മാസം കൂടുമ്പോൾ വരുന്നുണ്ട്. വരുമ്പോ ഇവരെ അങ്ങോട്ട് വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇവർ ലീവ് എടുത്ത് പോകുന്നുണ്ട്. തിരിച്ച് അവർക്ക് ഗോൾഡും അതും ഇതും ഒക്കെ വാങ്ങിച്ചു കൊടുത്താൽ പുള്ളി തിരിച്ചു വിടുന്ന അവർ ഭയങ്കര ഹാപ്പി ഫാമിലിയാണ്. ഹസ്ബൻഡ് നമ്മളുമായിട്ടും ഭയങ്കര കമ്പനിയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പൊ ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും തലവേദന വരത്തില്ല. നമ്മൾ ഒരിക്കലും പിന്നെ അത് അങ്ങനെ ആയിരിക്കത്തില്ല, മൈഗ്രെയിൻ ആയിരിക്കും, സൈനസൈറ്റിസ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ എന്തോ റൂട്ട് കോസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അപ്പൊ പിന്നെ ഈ കേസ് ഇങ്ങനെ പതുക്കെ ഇവരുമായിട്ട് ഇത്തിരി കൂട്ടായി. കുറെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഹസ്ബൻഡ് അടുത്ത് എന്നെ ഒന്ന് വിളിക്കാൻ പറയുമോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളി, ഈ കൊച്ചു ഒരു തരത്തിൽ ഹസ്ബൻഡിനെ വിളിക്കുക, അത് മേഡം എപ്പോഴും തിരക്കാണ്, പുള്ളിയെ വിളിച്ച് അങ്ങനെ കിട്ടത്തില്ല. കാരണം കേസിൽ വേറെ ഒരു സിംറ്റവും കിട്ടുന്നില്ല. 2 കുട്ടികളുണ്ട്. ആ കുട്ടികൾ മോനോട് ഒരു മകനുണ്ട് 10ൽ പഠിക്കുന്നത്. പക്ഷെ ആ കുട്ടി സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്കറിയാം എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ടെന്ന്. ഇളയ കുട്ടിക്ക് ഒന്നും അറിഞ്ഞൂടാ. 3ലോ 4ലോ പഠിക്കുന്ന കുട്ടി, അതിനൊന്നും അറിഞ്ഞൂടാ. മകനോട് ചോദിച്ചു, അമ്മയ്ക്ക് എപ്പോഴും തലവേദന മേഡം, അമ്മ എപ്പോഴും കതവ് അടച്ച് കിടക്കും, തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളാരും സംസാരിക്കുന്ന പോലും അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം, അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കാൻ പോകാറില്ല അമ്മയ്ക്ക് തലവേദന വരുമ്പോ. ഇത്രയും മാത്രമേ ആ കുട്ടിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, കുട്ടി ഇപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, നേരത്തെ ഇതിന് മുമ്പോ, നേരത്തെ ഫസ്റ്റ് തൊട്ട് ഇവിടെ? അല്ല മേഡം, ഞാൻ കുസാറ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, കൊച്ചിയിലായിരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴും മക്കളുടെ കാര്യം ചോദിക്കുമ്പോഴും ഹസ്ബൻഡിന്റെ കാര്യം ചോദിക്കുമ്പോഴും അവരിങ്ങനെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടാണ് മറുപടി പറയുന്നത്. പക്ഷേ ഈ കുസാറ്റിലെ കാര്യം പറയുമ്പോൾ അവരെ കണ്ണിൽ ഒരു ഗ്ലോ കണ്ട്. അതായിരിക്കണം നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മൾ ഡോക്ടേഴ്സിനെല്ലാം ഓരോ പോയിന്റിലും ഒബ്സർവേഷൻ നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അവരുടെ കണ്ണ്, അവരുടെ കൈ, പിന്നെ ബോഡി ഗസ്റ്റേഴ്സ്, സത്യം പറഞ്ഞാൽ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പിന്നെ ഒരു ബുക്കിനകത്ത് നമ്മൾ ഈ ഓരോ ജസ്റ്റേഴ്സും, നമ്മൾ കാണിക്കുന്ന ഓരോ ജസ്റ്റേഴ്സിനെ മൈൻഡ് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാരണം ഇപ്പം നമ്മൾ എൻഗേജ്മെന്റ് റിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരിയിടുകയും ചെയ്യുന്ന ഒരാളിന്റെ മൈൻഡ് എന്തായിരിക്കും, ദാറ്റ്സ് എ ഡിഫറെന്റ് മൈൻഡ്. അതേപോലെ ഒരു ലേഡിയെ കാണുമ്പോൾ മുടി ചീകുന്ന പോലെ കാണിക്കുന്ന ഒരു മെയിലിന്റെ മൈൻഡ് എന്തായിരിക്കും, ദാറ്റ്സ് എ ഡിഫറെന്റ് മൈൻഡ്. അപ്പൊ ഇതൊക്കെ ഓരോ ഗസ്റ്റേഴ്സിനും ആ ആളുടെ മനസ്സിൽ മറ്റേ ആളിനോടുള്ള ഫീലിംഗ് എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അത് ഈ പറഞ്ഞ പോലെ ഓഷോയുടെ ഒരു ബുക്കിലും ഉണ്ടെന്നാണ് ഓഷോയുടെ എന്തോ ഒരു റൈറ്റപ്പിലോ ബുക്കിലോ ഞാൻ കണ്ടു. ഇതേ സെയിം സാധനം തന്നെ പുള്ളിയും പറയുന്നത്. ഓഷോയെ ശരിക്കും നമ്മൾ എന്താണ് പറയുന്നത്, ഭയങ്കര ഒരു മോശക്കാരനായിട്ട് കാണുന്നെങ്കിലും ഇപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് ആയാലും ഓഷോ ആയാലും ഒക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. കാരണം നമ്മുടെ ഈ ഓരോ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന സെക്ഷൽ അല്ലെങ്കിൽ ഓരോരോ ലെവൽ ഓഫ് ഇതെന്താണെന്നുള്ളത് നമുക്ക് പുറത്തുകൂടെ പല സയൻസിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുപോലെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് ഇവര് ഈ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ട് അവരെ കണ്ണിൽ ഒരു ഗ്ലോ ഇല്ല. പക്ഷേ ഇവര് പെട്ടെന്ന് ഈ കുസാറ്റിലെ കാര്യവും കൊച്ചിയിലെ കാര്യം പറഞ്ഞപ്പോ പുള്ളിക്കാരത്തി പെട്ടെന്ന് കണ്ണിൽ ഒരു ഗ്ലോ ഒക്കെ വന്നു. പെട്ടെന്ന് കൊച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ മാഡം അവിടെ ഇങ്ങനെ ആയിരുന്നു, എനിക്ക് പക്ഷേ ഈ ഇവിടുത്തെ യൂണിവേഴ്സൽ ഓഫീസ് ഒട്ടും ഇഷ്ടമല്ല മാഡം. ഞാൻ ചോദിച്ചാൽ അതെന്താ, ഇവിടെ സ്റ്റാഫ് ഒന്നും അത്ര കമ്പനിയില്? ആ സ്റ്റാഫ് ഒന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് അവിടെ ആയിരുന്നു ഇഷ്ടം. അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളൊക്കെ ഇപ്പൊ ഇവിടെ ഇട്ടിട്ടല്ലേ അങ്ങ് കൊച്ചിയിൽ പോകാൻ പറ്റും? അത് ഞാൻ വീക്കിലി വൺസ് വരും, മക്കൾക്ക് ഇവിടെ സെർവന്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വീക്കിലി വൺസ് വരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു, സാധാരണ ഒരു പ്രായമുള്ള അമ്മമാർക്കെല്ലാം മക്കളെ കൂടെ നിൽക്കാനായിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇവരിതെന്ത് കൂളായിട്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ മനസ്സിലപ്പോഴേ എനിക്കൊരു ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു, മാഡം ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ചു തരൂ. അയ്യോ മാഡം, അത് ഒട്ടും പറ്റത്തില്ല, പുള്ളി ഭയങ്കര തിരക്കാണ്, പുള്ളിക്ക് വിളിച്ചാൽ കിട്ടത്തില്ല, പുള്ളിക്ക് അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ല. എന്നിട്ട് ഇവര് തന്നെ പറയുന്നുണ്ട്, പുള്ളി തന്നെ പറഞ്ഞത് മാഡത്തിനടുത്ത് കൗൺസിലിങ്ങിന് വരാൻ പുള്ളിയാണ് സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. എന്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ ഡോക്ടറുണ്ട്, ഡോക്ടറെ ചെന്ന് കാണുന്നത് എന്റെ ഹസ്ബൻഡാണ് ദുബായി ഇരുന്നിട്ട് വിളിച്ച് പറഞ്ഞതെന്ന്.
അപ്പൊ ഞാൻ ചോദിച്ചു, അതിന് പുള്ളിക്ക് എന്നെ എങ്ങനെ അറിയാം? അത് ആരോ പറഞ്ഞറിഞ്ഞിട്ടാ മാഡം, ഇങ്ങനെ മാഡത്തിനെ വന്ന് കാണാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആ പുള്ളി പറഞ്ഞ ആളുടെ നിങ്ങൾ വന്നിരിക്കുന്നേ. അപ്പൊ പിന്നെ പുള്ളി ഒന്ന് വിളിച്ചതാ. അവസാനം പുള്ളി വിളിച്ചപ്പോഴാണ് കേസ് ഓപ്പൺ ആയത്. കേസ് ഓപ്പൺ ആയെന്ന് പറഞ്ഞാൽ അങ്ങേര് പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. അങ്ങേര് പറയുന്നത് പറഞ്ഞാൽ, ഡോക്ടറെ, ഫാമിലി മൊത്തം ഓൺ ദ വെർജ് ഓഫ് ഡിവോഴ്സ് ആണ്. മൊത്തത്തിൽ പ്രശ്നമാണ്. അത് നമ്മൾ പറയുന്നത് പലപ്പോഴും പല കേസിലും പുറമേ കാണുന്ന വെച്ചിട്ട് നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല. അതിനകത്തെ സിറ്റുവേഷൻ എന്തുവാന്ന് ശരിക്കും നമ്മൾ സംസാരിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പൊ പുള്ളി ഇങ്ങനെ പറയാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി സാറേ, എന്താണ് പ്രശ്നം? അപ്പൊ പുള്ളി പെട്ടെന്ന് പറഞ്ഞു, അയ്യോ ഡോക്ടറെ, ഞാൻ എങ്ങനെ, എനിക്ക് സത്യം പറയാം ഡോക്ടറെ, മരിച്ചാൽ മതി, എനിക്കിനി നാട്ടിലോട്ടേ വരണ്ട. ഞാൻ വളരെ സാമ്പത്തികമായിട്ട് താഴ്ന്ന കുടുംബത്തിൽ നിന്ന് പോയതാണ്. വളരെ കഷ്ടപ്പെട്ട് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പിന്നെ 10ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തി കൂലിപ്പണിക്ക് പോയിട്ട് പഠിച്ചിട്ടാണ് ബാക്കി ബാക്കി പിന്നെ അന്ന് പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രിയൊക്കെ പഠിച്ചതെന്ന് വെച്ചാൽ അത്ര കഷ്ടപ്പെട്ടിട്ട് പഠി, എൻ്റെ കുടുംബം ഭയങ്കര പാവപ്പെട്ടവരായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട്, എൻ്റെ വീട് മാഡം വന്ന് നോക്കണം, 3000 സ്ക്വയർ ഫീറ്റ്. ഇവളിനി പറയാത്ത വെക്കാനുള്ള ഒരു സാധനങ്ങളും അതിനകത്തില്ല. എല്ലാ സജ്ജീകരണങ്ങളും എന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സെർവന്റിനെ വേണമെന്ന് പറഞ്ഞു സെർവന്റിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഹോള് മൊത്തം സെൻട്രലൈസ്ഡ് എ സി വേണമെന്ന് പറഞ്ഞ് സെൻട്രലൈസ്ഡ് എ സി ആക്കി കൊടുത്തു. എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് മാഡം. പക്ഷെ എനിക്ക് സമാധാനമില്ല. ഹി വാസ് ക്രൈം. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി സാറേ, എന്താ പ്രശ്നം എന്താ? അപ്പൊ പുള്ളി പെട്ടെന്ന് പറഞ്ഞു വെച്ചാൽ, മാഡം, പിന്നെ ഇവർക്കൊരു ഈ ലേഡിക്ക് ഒരു പ്രശ്നമുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായി. ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ, ഇവർ ശരിക്കും PSC എഴുതി കയറാൻ വേണ്ടി കോച്ചിങ്ങിന് പോയി. അപ്പൊ ഈ കോച്ചിങ്ങിന് പോയപ്പം അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു പ്രായം കുറഞ്ഞ പയ്യൻ. ആ പയ്യനുമായിട്ട് ഇവര് എന്തോ സംഭവം എന്ന് അറിയത്തില്ല. പക്ഷെ ആ പയ്യൻ ബൈക്കിൽ എന്നും ഇവര് ആദ്യം ഒരു വീട്ടിൽ താമസിച്ചപ്പോൾ പലരും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതൊരു പയ്യൻ സ്ഥിരമായിട്ട് ബൈക്കിൽ കൊണ്ടുവിടുന്നുണ്ട്. അപ്പൊ ഇവർ ചോദിച്ചപ്പം ഇവര് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ബഹളം വെച്ചപ്പോ അങ്ങേര് പാവം ഒന്നും മിണ്ടിയില്ല. പോട്ടെ, എന്തെങ്കിലും ആവട്ടെ, ഒരു കൊച്ചു പയ്യനല്ലേ എന്നൊക്കെ എന്നുള്ള രീതിയിൽ അയാൾ കളഞ്ഞു. പക്ഷേ പിന്നെ ഇപ്പൊ സംഭവിച്ചു, ഇവര് അത് ഇങ്ങനെ വിഷയമായപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഫ്ലാറ്റിലോട്ട് മാറ്റി. ഫ്ലാറ്റിലോട്ട് മാറ്റുമ്പോൾ എല്ലാവരും കാണുന്ന ഒരു സ്ഥലം ആകുമ്പോഴത്തേക്ക് വേറെ ഇത് വരൂല എന്ന് കരുതിയാണ് മാറ്റിയത്. ഫ്ലാറ്റ് മാറ്റിയപ്പോഴും ഈ പയ്യന് ഇടക്കിടക്ക് വരിക, 2 കുട്ടികളെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഈ പയ്യൻ ഇങ്ങനെ വരിക. അങ്ങനെ ഭയങ്കര അതിനെ ചൊല്ലി വിഷയമായപ്പോഴത്തേക്കും എല്ലാവരും ഇടപെട്ട്, റിലേറ്റീവ്സ് എല്ലാം ഇടപെട്ട് കഴിഞ്ഞിട്ട് ഇത് അവർ കട്ട് ചെയ്യിപ്പിച്ച് മാറ്റിയെടുത്ത് ഇവരെ പിന്നെ എല്ലാവരും പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ നമ്മൾ ഒന്നാമത് ഹസ്ബൻഡ് പുറത്തിരിക്കുമ്പോൾ അവര് കുറച്ചും കൂടെ സസ്പീഷ്യസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അത് കട്ട് ചെയ്ത് അതങ്ങ് പോയി. അത് കഴിഞ്ഞ് ഈ കുട്ടിക്ക് ജോലി കിട്ടിയത് കുസാറ്റിലേക്കാണ് കിട്ടിയത്, കൊച്ചിയിൽ. അപ്പൊ അവിടെ പോയപ്പോഴത്തേക്ക് കുസാറ്റിൽ പോയപ്പം അവിടെ ഇതിന്റെ ഒരു ഇവരുടെ സൂപ്പർ ഹെഡായിട്ടിരിക്കുന്ന ഏതോ ഒരു ഓഫീസർ, ആ പുള്ളി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഭയങ്കര രാഷ്ട്രീയക്കാരനാണ്. ഇവരുടെ ഓർഗനൈസേഷന്റെ, ഇവർക്ക് ഈ നമ്മുടെ ഗവൺമെന്റ് സർവീസിലുള്ള ഒരു ഓർഗനൈസേഷൻസിന്റെ എന്തോ ഹെഡാണ്. അയാളാണ് ട്രാൻസ്ഫറും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അയാളെന്ന് പറഞ്ഞ ഒരു കാട്ടുകോഴി. അയാള് എല്ലാ പെൺപിള്ളേരുമായിട്ടും ഇങ്ങനെ പഞ്ചാരി അടിക്കും. ഈ ലേഡീസും കൊച്ചിയും കൂടെ ആയതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട ലേഡീസ് എല്ലാം ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയും ഇദ്ദേഹത്തിന് പിന്നെ വേണ്ട ഇതൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ രസകരമായ കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങേരുടെ ഭാര്യയ്ക്ക് ഇതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. അതാണ് ഇതിനകത്ത് വരുന്നൊരു പ്രോബ്ലം. മിക്കവാറും ഈ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സിനകത്ത് കൂടുള്ള പാർട്ട്ണറിനകത്ത് രണ്ടുപേർക്കും കുഴപ്പമില്ലെങ്കിൽ ഓക്കെ, അവർ പൊക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഭയങ്കര വിഷയമാവും. അപ്പൊ അങ്ങനെ ഭാര്യയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർക്കറിയാം ഇങ്ങേർക്ക് ഒരുപാട് മൾട്ടിപ്പിൾ കണക്ഷൻസ് ഉണ്ടെന്ന്. അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർ വേറൊരു ടൈപ്പ് പേഴ്സണാലിറ്റിയാ. അവർക്ക് പൈസ വേണം, അവർക്ക് കറങ്ങാൻ പോകണം, അവർക്ക് അവരുടെ ബോഡി ജിമ്മ് അങ്ങനെയൊക്കെ നോക്കി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, അല്ലാതെ അവര് ഈ പറഞ്ഞ കണക്ക് ഹസ്ബൻഡിനെ എനിക്ക് വേണം എന്നൊരു പൊസസീവ്നെസ് ഒന്നും ഉള്ള ലേഡിയല്ല. അതുകൊണ്ട് അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ആദ്യം സൗഹൃദം എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു സംഭവം അവസാനം വീടിന്റെ പാല് കാച്ച സമയം കണ്ടായപ്പോഴത്തേക്ക്, വീടിന്റെ പാല് കാച്ചായപ്പം ഇദ്ദേഹത്തിന് ഈ ഹസ്ബൻഡിന് വരാൻ ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് എന്തോ ഉണ്ട്. അപ്പം സമയം കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്ത്, 15 ദിവസത്തിന് മുമ്പ് ഇങ്ങേരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി ഇവര് പാലുകാച്ച് അങ്ങ് നടത്തി. പാലുകാച്ച് നടത്തിയിട്ട് ഈ പറഞ്ഞ കൂട്ടുകാരനും വൈഫും മക്കളും എല്ലാം കൂടെ വന്ന് ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് കുറച്ച് ദിവസം. 2-3 ദിവസം താമസിച്ചു. അത് കഴിഞ്ഞ് ഇവര് കറങ്ങാനൊക്കെ പോയി, അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി, എല്ലാം ഇതാക്കി അങ്ങ് പോയി. പക്ഷെ ഇങ്ങേർക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ കഷ്ടപ്പെട്ട് ഇത്ര ഉണ്ടാക്കിയിട്ട് ആ വീട്ടിനകത്ത് പാല് കാച്ച സമയത്ത് പുള്ളി ഇല്ലാതെ ഇവര് പാല് കാച്ചി. സമയദോഷമോ എന്തരോ പറഞ്ഞുകൊണ്ട് പാല് കാച്ചി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങേര് ഇതുപോലെ ഈ കൊച്ചിന്റെ സ്വഭാവത്തിനകത്ത് ഭയങ്കര വ്യത്യാസം. കുട്ടികളുടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല. ആകപ്പാടെ വരുന്നത് ശനിയാഴ്ച വൈകിട്ട് വന്നുകൊണ്ടിരുന്ന ആള് ഞായറാഴ്ചയായി. ഞായറാഴ്ച വന്ന് ഞായറാഴ്ച രാവിലെ വരും, ഞായറാഴ്ച ഉച്ചയ്ക്ക് തിരിച്ചു പോകും.
അങ്ങനെ പിന്നെ മൊത്തത്തിൽ കൂടെ ആകെപ്പാടെ പ്രശ്നമായി. കുട്ടികളെ മാർക്കെല്ലാം പോയി. കുട്ടികളുടെ വിദ്യാഭ്യാസം, പഠിത്തം എല്ലാം വെറും കുളമായി. കുട്ടികള് വൃത്തിയായിട്ട് നടക്കാതായി. അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ എത്തിയപ്പോഴത്തേക്കും ഈ പുള്ളിക്ക് ഡൗട്ട് അടിച്ച് മെസ്സേജൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എന്താണ് ഇദ്ദേഹവുമായിട്ട് ഭയങ്കരമായിട്ടുള്ള എന്താണ് ഇമോഷണൽ കണക്ടിവിറ്റി, സെക്ഷൽ മെസ്സേജസ്, സെക്ഷൽ ചാറ്റ്സും, ഇമോഷണൽ കണക്ടിവിറ്റി എല്ലാം അതിനകത്തുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കേസ് ആയതുകൊണ്ട് ഉം എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇവരിങ്ങനെ ഇതായിരുന്നു സംഭവം. അപ്പൊ ഞാൻ ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞു ഡോക്ടറെ. അപ്പൊ ഞാൻ പറഞ്ഞു, ചിലപ്പം ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവർ ചിലപ്പോൾ ഒരേപോലെ യാത്ര ചെയ്തെന്നൊക്കെ ഇരിക്കത്തില്ലേ സാറേ, അങ്ങനെ ഡൗട്ട്. അപ്പൊ എന്റെ മാഡത്തിന് ചാറ്റ് ഹിസ്റ്ററി കാണണോ, ഞാൻ അയച്ചു തരാം, അപ്പൊ മാഡത്തിന് മനസ്സിലാവും ഒരുമിച്ച് യാത്ര ചെയ്തതാണോ എന്ന്. എന്നിട്ട് അവസാനം പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഓഫീസ് വർക്ക് 5 o'clock അങ്ങോട്ടാകുമ്പോൾ തീരും. നമ്മൾ ഗവൺമെന്റ് സർവീസിൽ എന്തായാലും 5 o'clock ശേഷം ഇരിക്കേണ്ട ആവശ്യമില്ല. ഇവര് രണ്ടുപേരും കൂടെ നൈറ്റ് എന്തോ എക്സ്ട്രാ വർക്ക് ഉണ്ടെന്നും പറഞ്ഞ് 8 മണി വരെ ഓഫീസ് പിന്നെ അവിടെ ഇരുന്ന് ജോലി ചെയ്യുമെന്ന്. ജോലി ചെയ്തിട്ട് 8 മണിക്ക് ഇങ്ങേര് കാറിനകത്ത് കയറ്റി ഇവർ രണ്ടുകൂടെ ഫുഡൊക്കെ കഴിച്ച് ഈ കൊച്ചു ഹോസ്റ്റലിൽ എത്തുമ്പോൾ 10 മണി രാത്രി. അപ്പൊ ഇങ്ങനെ ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? യൂഷ്വലി നമുക്കറിയാം, ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ, പൊളിറ്റിക്കലി നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കിട്ട് പണിയാൻ ആൾക്കാർ പുറകിന് കാണും, അവരെ വലിച്ചിടാനും ആൾക്കാർ പുറകിൽ കാണും. അപ്പം സ്വാഭാവികമായിട്ട് ഇവരുടെ ഈ ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്ത് ഈ കുട്ടി ഇവര് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓഫീസിന്റെ സെക്യൂരിറ്റി, പിന്നെ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ഇയാളെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് വിളിച്ച് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഫുൾ കറക്കമാണ്, ഇങ്ങനെയാണ്, വേണമെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഇവിടുന്ന് മാറ്റിക്കൊണ്ടുപോകും. അങ്ങനെ അങ്ങേര് എന്ത് ചെയ്ത്, അങ്ങേര് ആരെയോ കൊണ്ട് പിടിച്ച് ഈ കുസാറ്റിൽ നിന്ന് കേരള യൂണിവേഴ്സിറ്റി ട്രിവാൻഡ്രത്തോട്ട് മാറ്റിച്ച്. ഇതോടുകൂടി ഈ പെങ്കൊച്ചിന് അതിഭീകരമായ വൈരാഗ്യവും വയലൻസിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഹെഡേക്ക് നമ്മൾ അത് മെഡിസിൻ ഏതാ എന്നുള്ളതായിരിക്കും നമുക്ക് അടുത്ത ഒരു പോയിന്റ്. അപ്പൊ ഞാൻ ഈ കുട്ടിയെ ശ്രദ്ധിച്ചപ്പോ, ഈ കുട്ടി എങ്ങനെയാ വെച്ചാൽ ഭയങ്കര സൈലന്റാ, വലിയ വർത്താനമൊന്നുമില്ല. പക്ഷെ നമ്മൾ കുസാറ്റ് അല്ലെങ്കിൽ കൊച്ചിയെ പറ്റി പറഞ്ഞു നോക്കി, കുട്ടി വാ തോരാതെ വർത്താനം പറയും. ഇങ്ങനെയാണ്. പിന്നെ സൈലന്റ് ആവും. വീണ്ടും വാ തോരാതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ പിന്നെ ഈ കൊച്ചിനെ വിളിച്ചിട്ട്, ഞാൻ കാര്യം അറിഞ്ഞല്ലോ. അപ്പൊ കാര്യം കാര്യം ചോദിക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ. ഞാനിങ്ങനെ ചോദിച്ചു. അപ്പൊ കൊച്ചു പറഞ്ഞു, മാഡം ചുമ്മാ പറയുന്നത്, ഇങ്ങേർക്ക് വട്ടാണ്. ഞാൻ അയാളുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. കാരണം രാത്രി എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് എന്നെ കൊണ്ടുവിടാൻ വേറെ വണ്ടി കിട്ടത്തില്ല. അപ്പൊ ആ പുള്ളി കാറിനകത്ത് കൊണ്ടുപോയി ഇടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ കണ്ട ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊച്ചിനായ ആ ആളെ പറ്റി പറയുമ്പം ഇതിന്റെ മുഖത്ത് വരുന്ന ഒരു ഫാൻസി. അപ്പൊ ഇതായിരുന്നു നമ്മുടെ കേസ് പ്രസന്റേഷൻ. അപ്പം ഇതിനകത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കൊച്ചിനോട് ഞാൻ ചോദിച്ചു, ഇനിയിപ്പം നമുക്ക് എന്താണ് നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അപ്പൊ ഈ കുട്ടി പെട്ടെന്ന് പറയാണ്, ഡോക്ടറെ ഒരു കാര്യമാണ്, എന്നെ ഇങ്ങനെ വിശ്വാസം ഇല്ലാത്ത ഒരാളുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമൊന്നുമില്ല. ഞാൻ ഡിവോഴ്സ് തന്നെ ഉദ്ദേശിക്കുന്നത്. എനിക്കിനി പറ്റത്തില്ല. കാരണം ഞാൻ ഒന്നും ചെയ്തിട്ട് ഒരു ഫ്രണ്ട് മാത്രമോ, ഒരു മനുഷ്യന് മിണ്ടാൻ സമ്മതിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും അപ്പൊ എനിക്ക് മനസ്സിലായി, ഇയാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ കുട്ടി കളയാൻ തയ്യാറല്ല. അയാളെ ഫേവർ ചെയ്താ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ മനുഷ്യൻ ഈ നിങ്ങളുമായിട്ട് ഞാനുമായിട്ട് മാത്രമൊന്നുമില്ല മാഡം, ഒരുപാട് പേരുമായിട്ട് പുള്ളിക്ക് കണക്ഷൻ ഉണ്ട്. ആ പുള്ളി എല്ലായിടത്തും ഇങ്ങനെ തന്നെ പെരുമാറുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ദൈവം ഇത് എന്തൊരു പെണ്ണുമ്പിള. അപ്പൊ ഇവര് അതിൽ ഈ പറയുന്ന ലിസ്റ്റിൽ ഒരാളായാൽ മതി ഇവർക്കും. അതാണ് ഇവരുടെ ഒരു മൈൻഡ് സെറ്റപ്പ്. പക്ഷെ ഇവരിൽ കണ്ട 2-3 പ്രത്യേകതകളാണ് നമുക്ക് നമ്മുടെ മരുന്നിലേക്ക് എത്തിക്കാനുണ്ടായ സാഹചര്യം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇവര് പെട്ടെന്ന് തന്നെ തോന്നുന്നു, ഇവര് പെട്ടെന്ന് ഒരു കാര്യം പറയും, പടപടോന്ന് കരയും. കുറച്ച് കഴിഞ്ഞിട്ട് ഇവര് എന്ത് ചെയ്യുന്നറിയോ, പെട്ടെന്ന് ഇവര് തന്നെ കണ്ണൊക്കെ തുടച്ചിട്ട് പിന്നെ സംസാരിക്കുന്നത് ചിലപ്പോൾ ചിരിച്ചുകൊണ്ടായിരിക്കും. ഇത്രയും വലിയൊരു മൂഡ് ഓൾട്ടറേഷൻ ആണ് അവർക്ക് ഞാൻ കണ്ടത്. വിതിൻ ഒരു 1 അവർ 2 അവർ സിറ്റിങ്ങിനകത്ത് അത്രയും ഭയങ്കര ഒരു ചേഞ്ച് അവരുടെ ഇതിൽ കാണുന്നുണ്ട്. പിന്നെ മക്കള് പറഞ്ഞ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, മാഡം ചില സമയത്ത് അമ്മ ദേഷ്യപ്പെട്ട അമ്മ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അതുപോലെ അമ്മ വയലന്റ് ആവുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെന്നെ കൈ ഇങ്ങനെ കാണിക്കുവോ, കൈ നോക്കിയപ്പോ കയ്യിൽ ഈ പണ്ടത്തെ ഇപ്പോഴത്തെ 17, 18 വയസ്സുള്ള പിള്ളേര് വരഞ്ഞു വെക്കുന്ന പോലെ കയ്യില് വരഞ്ഞു വെച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ആത്മഹത്യ ചെയ്താൽ മതി. എനിക്ക് ചിലപ്പോൾ തോന്നും പെട്ടെന്ന് അങ്ങ് ആത്മഹത്യ ചെയ്യാൻ തോന്നും. ചിലപ്പോൾ എനിക്ക് തോന്നും കിണറ്റിലെടുത്ത് ചാടണമെന്ന് തോന്നും. ചിലപ്പോൾ എനിക്ക് എങ്ങനെങ്കിലും അങ്ങ് മരിച്ചാൽ മതി. ഇതിന്റെയൊക്കെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ഈ കൊച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ദിസ് വാസ് എ കേസ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു, ഇപ്പൊ ഈ മറ്റേ അത് ഞാൻ ഇമോഷണലി കണക്റ്റഡ് ആണ് പുള്ളിയുമായിട്ട്. പക്ഷെ ഇവര് ഈ പറയുന്ന പോലെ ഞങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ്. പക്ഷെ ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ കൊച്ചിന്റെ വേറൊരു പ്രത്യേകത, ഈ കൊച്ചു സെക്ഷുവലിയും ആള് ഫിറ്റ് അല്ല. കാരണം ഈ കുട്ടി പറഞ്ഞാൽ, ഈ ഹസ്ബൻഡുമായിട്ട് പോകുമ്പോഴും പുള്ളി പറയുന്നത് വെച്ചാൽ, ഈ മറ്റേ അങ്ങേരുമായിട്ട് പോകുന്നതുകൊണ്ടാണ്
ഈ ദുബായിൽ പോയാൽ പോലും ഈ പെങ്കൊച്ചിനെ തൊടാൻ സമ്മതിക്കത്തില്ല ഈ പെങ്കൊച്ചിന്. പക്ഷെ ഈ കുട്ടി പറയുന്നത് ഇത് നിംഫോമാനിയ ഉണ്ട്, പിന്നെ പെയിൻഫുൾ ആണ്, ഭയങ്കര പെയിൻഫുൾ ആണ്, വെജൈനൽ ഡ്രൈനസ് ഉണ്ട്, അങ്ങനെ കുറെ സിംറ്റം ഈ കൊച്ചു പറയുന്നുണ്ട്. അപ്പൊ ഈ കൊച്ചിന് ഫിസിക്കൽ റിലേഷൻ പൊതുവെ താല്പര്യമില്ല. പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഫാൻസീസും ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് താല്പര്യമുള്ളൂ. കാരണം യൂട്രസിനകത്ത് ഫൈബ്രോയിഡോ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഇതായിരുന്നു കേസ് പ്രസന്റേഷൻ. അപ്പം തലവേദന എന്ന് പറഞ്ഞ ഇത് പറഞ്ഞാൽ മാഡം എത്ര ഗുളിക, ആ കൊച്ചിനോട് പറഞ്ഞു മാഡം ഒരു ദിവസം ഞാൻ 4 ഡോളോ കഴിച്ച ദിവസമുണ്ട്, എനിക്ക് തലവേദന പറ്റുന്നില്ല. പെയിൻ കില്ലേഴ്സ് പറഞ്ഞാൽ ഇനി കഴിക്കാൻ പെയിൻ കില്ലേഴ്സ് ഒന്നുമില്ല. ഐബുപ്രൂഫൻ പാരസെറ്റമോൾ ഒക്കെ ഒരു 4 5 വെച്ച് ഞാൻ കഴിക്കും. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ തലവേദന മാറുന്നില്ല. ഹോമിയോയുടെ ഒരുപാട് മെഡിസിൻസ് കഴിച്ചു നോക്കി, തലവേദന മാറുന്നില്ല. എണ്ണ തേക്കാൻ ആയുർവേദത്തിന്റെ കുറെ എണ്ണ മേടിച്ച് തേച്ച് നോക്കി, മാറുന്നില്ല. അപ്പൊ ഇതായിരുന്നു കേസ്. അപ്പൊ ഞാൻ ഇവരോട് ഈ കൊച്ചിനോട് ഇങ്ങനെ ചോദിച്ചു, നമ്മുടെ കുടുംബജീവിതത്തിനെ പ്ലഡ്ജ് ചെയ്തിട്ട് വേറൊരാളോട് സൗഹൃദം നമുക്ക് വേണോ? നമ്മുടെ ഫാമിലി പോയിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ സൗഹൃദം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കൊച്ചു പറഞ്ഞു, മാഡം എന്ത് പറഞ്ഞാലും ശരി മാഡം, എനിക്ക് അയാളെ മറക്കാൻ പറ്റത്തില്ല. എനിക്ക് ഞാൻ അയാളോട്ട് ഒന്നിനും പോകുന്നില്ല, ഇനി പോകുന്നുമില്ല, ഇനി അയാളടുത്ത് മിണ്ടുന്നുമില്ല, അയാളുടെ ഫോണും ലോക്ക് ചെയ്യാം. പക്ഷെ അയാളുമായിട്ട് ഇമോഷണൽ കണക്ടിവിറ്റി കട്ട് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. അവിടെയായിരുന്നു നമ്മുടെ മെഡിസിനിലേക്ക് വരാനുള്ള ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ്. അതായിരുന്നു എനിക്കത് പറ്റത്തില്ല മാഡം, എനിക്ക് ആ ഒരു കണക്ടിവിറ്റി വിടാൻ എനിക്ക് പറ്റത്തില്ല. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അതർ ദാൻ ഹെഡ് ഏക്ക് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ഫിസിക്കൽ കംപ്ലൈൻസ് ആ ഉള്ളത്? അത് മാഡം ഭയങ്കര ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ട്, എനിക്ക് ഫുഡ് എനിക്ക് ആഹാരം ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല, വിശപ്പേ ഇല്ല, പിന്നെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ഇതാണ്. പിന്നെന്ന് പറഞ്ഞാൽ എനിക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ തലവേദന ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവര് കുഞ്ഞിലേ മുതലേ ഒരുപാട് സങ്കടകരമായ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയതാണ്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, ഈ കുഞ്ഞിലേ മുതലേ സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന എന്തൊക്കെയാണെന്ന് പറയാമോ? അത് വളരെ ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് നമുക്ക്. അതായത് പല മെഡിസിൻസ് സോർട്ട് ഔട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഒരു കേസ് ഹിസ്റ്ററി. കാരണം നമ്മൾ കുഞ്ഞിലെ നടന്നുപോയ കാര്യങ്ങൾ പറയുമ്പോൾ ചില ആൾക്കാർ ഇനി എന്തിനാ മാഡം അതൊക്കെ പറയുന്നത്, അതൊക്കെ കഴിഞ്ഞു പോയി, ഇനി അതൊക്കെ ആലോചിച്ചിട്ട് എന്ത് കാര്യം എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. അത് മെഡിസിൻ ഡിഫറെന്റ് ആണ്. പക്ഷേ നമ്മളിങ്ങനെ ചോദിക്കും, യോ മാഡം എനിക്ക് ഇപ്പോഴും വേദന സഹിക്കാൻ പറ്റുന്നില്ല, എന്നോട് ഇങ്ങനെ എത്ര പാസ്റ്റിന്റെ സങ്കടം പറഞ്ഞാലും തീരാത്ത ഒരു ടൈപ്പ് ഓഫ് മൈൻഡ് പിന്നെ ഉള്ള മെഡിസിൻസ് 2 എണ്ണമാണ്. അവരിങ്ങനെ ബ്രൂഡ് ചെയ്തുകൊണ്ടേയിരിക്കാം. കറക്റ്റ് റൂബ്രിക് എന്ന് പറഞ്ഞാൽ ബ്രൂഡിംഗ് ആണ്. പാസ്റ്റിനെ പറ്റി ഇങ്ങനെ ബ്രൂഡ് ചെയ്തിരിക്കും. ബ്രൂഡിന്റെ 2 മെഡിസിൻസ് ഏതൊക്കെ? ഇഗ്നേഷ്യ ഉണ്ട്, നാട്രമൂറും ഉണ്ട്. പക്ഷേ ഇത് രണ്ടീന്ന് നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്നത് എങ്ങനെ? രണ്ടുപേരും ബ്രൂഡ് ചെയ്യും. പക്ഷെ ബ്രൂഡ് ചെയ്യുമ്പോഴും ആ പെയിനിന്റെ ഇന്റൻസിറ്റി ഇപ്പൊ ഒരു 18ാമത്തെ വയസ്സിൽ നടക്കുന്ന ഒരു പെയിൻ ആണ്. പക്ഷെ ആള് നമ്മളോട് പറയുന്ന 44ാമത്തെ വയസ്സിലോ 43ാമത്തെ വയസ്സിലോ പറയുമ്പോൾ 18ാമത്തെ വയസ്സിൽ നടന്ന കാര്യത്തിലുള്ള ഓരോ സീനും കൊട്ടേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അത്രയും റോ ആയിട്ട് ആ വേദന എന്നാ പറഞ്ഞാൽ എന്താണ്, ആ മുറിവ് ഇപ്പോഴും അതിനകത്തിങ്ങനെ എന്താണ് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ ആ വേദന പറയുന്നുണ്ടെങ്കിൽ 2 മെഡിസിൻസാ മെയിൻ ആയിട്ടുള്ളത്. അത് നാട്രമൂറും ഉണ്ട്, ഇഗ്നേഷ്യയും ഉണ്ട്. അതിൽ ഈ ഒരു സിംറ്റം ഉള്ള മെഡിസിൻ എന്ന് പറയുന്നത് ട്രൂലി ഇറ്റ് ഇസ് ഇഗ്നേഷ്യയാണ്. ഇഗ്നേഷ്യയുടെ പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര റോ ആയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഹേർട്ട് വെച്ചിട്ടായിരിക്കും നമുക്ക് പല മെഡിസിൻസിന്റെ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കൊരു വേദന കിട്ടി, അപ്പൊ നമുക്കൊരു വേദന കിട്ടി. അപ്പൊ ആ വേദനയെ നമ്മൾ എങ്ങനെ അത് ഡീൽ ചെയ്യുന്നു എന്നനുസരിച്ച് നമ്മുടെ ഹോമിയോപ്പത്തിക് മെഡിസിൻസ് മാറുന്നത്. നമ്മൾ ആ ഹേർട്ടിനെ ഇഗ്നോർ ചെയ്ത് കളയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചില ആൾക്കാരുണ്ട് അതിനെ അങ്ങ് അടക്കി മനസ്സിനകത്ത് വെച്ചിട്ടും പിന്നെ വ്യത്യാസമുണ്ട്. എന്താണ് അടക്കി മനസ്സിനകത്ത് വെച്ചിട്ട് അത് ഏത് രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അത് അടക്കി വെച്ചിട്ട് വല്ലപ്പോഴും പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഏതാ മെഡിസിൻ? സ്റ്റാഫിസാഗ്രിയാണ്. ഓക്കെ. പിന്നെ അടക്കി നന്നായിട്ട് മനസ്സിനകത്ത് വെച്ചിട്ട് ചൊറിയായിട്ട് മാറുകയാണ്. ആരെ കണ്ടാലും മാന്തിക്കൊണ്ടേയിരിക്കും. ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ കുത്തുവാക്കുണ്ടാവും, അല്ലെ അതിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് നാട്രമൂറാണ്. പക്ഷേ ഈ വേദന അതേപോലെ റോ ആയിട്ട് അപ്പൊ തന്നെ ആ വേദനയ്ക്ക് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇഗ്നേഷ്യ. ഇതാണ് നമ്മൾ ഹേർട്ടിലുള്ള വ്യത്യാസം വരുന്നത് ഓരോത്തിന്റെ മെഡിസിൻ. ഇനി നമ്മളെങ്ങനെ കുറെ കാലമായിട്ട് ഇങ്ങനെ സപ്രസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്യും? ആ സപ്രസ് ചെയ്ത വേദനകൾ അടക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അടക്കി പോയിട്ട് ഈ ചൊറി എന്ന് പറഞ്ഞ സാധനത്തിന്റെ ചെറിയ ഒരു രൂപമാണ് നാട്രമൂർ. ചൊറി എക്സ്ട്രീം ആവും എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിനോടും പിന്നെ ജീവിതത്തിലെ ഒരു ഭംഗി, ഒരു പൂ കണ്ടാലോ മണം കണ്ടാലോ ഒന്നും ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തുവാണെങ്കിൽ അത് ഏതാണ്? സെപ്പിയാണത്.
അത്രയൊരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എപ്പിയ. ഇനി അടുത്തൊരാളുണ്ട്. എങ്ങനെയാണ് ഇതെല്ലാം പെയിൻഫുൾ മെഡിസിൻസ് ആണ്. പെയിൻഫുൾ മെഡിസിൻ ഇമോഷണൽ ഹേർട്സ്. കാരണം ഈ സ്ത്രീകൾക്കുള്ള വലിയൊരു പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് മെയിൽസ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ മെയിൽസിന് എന്തുകൊണ്ട് കുറച്ചും കൂടെ എന്താണ് സ്ഥലകാല ബോധമുണ്ട്. ഇപ്പൊ ഒരു വണ്ടി ഓപ്പോസിറ്റ് നിന്ന് വന്നാൽ ഉടനെ ഇമ്പൾസ് എടുത്തുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഇപ്പൊ നമ്മള് ഒരു പാനിക് സിറ്റുവേഷൻ വരുമ്പോൾ അതിൽ ഹൗ ടു സ്കൂട്ട് ഔട്ട് ഫ്രോം ദ പാനിക് സിറ്റുവേഷൻ മെയിൽസിന് പറ്റും. കാരണം എന്താണ്? മെയിൽസിന് വലിയ ഹോർമോണൽ ചേഞ്ചസ് വരുന്നില്ല. പക്ഷെ ഫീമെയിൽസിന്റെ പ്രശ്നം എന്താണ്? ഫസ്റ്റ് അപ്പോൺ ദ മെൻസസ് തൊട്ട് മെനാർക്കി തൊട്ട് അങ്ങനെ പോയിട്ട് ദെൻ ചൈൽഡ് ബർത്ത് തൊട്ട് ദെൻ ബ്രസ്റ്റ് ഫീഡിങ് തൊട്ട് ദെൻ കമ്മിങ് ഓൺ ടു ദ മെനോപോസ്, ഇത്രയും സമയത്തും എന്ത് സംഭവിക്കുക? ഹോർമോണൽ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് വരുന്ന വ്യത്യാസം എന്താണെന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അതായത് ഈ ഹോർമോണൽ ചേഞ്ച് വരുമ്പം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഈ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന സാധനം മൊത്തം പതഞ്ഞ് എന്ത് ചെയ്യും? വിൽ കം ഔട്ട് ടു ദ കോൺഷ്യസ് മൈൻഡ്. കാരണം ബിക്കോസ് ഈ മനസ്സെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് എ പോട്ട്, ഒരു കുടം പോലെയാണ്. കുടത്തിന്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ ഇസ് എ കോൺഷ്യസ് മൈൻഡ്, ആൻഡ് അപ്പോൺ ദ മിഡിൽ ലെയർ ദർ ഇസ് എ സബ് കോൺഷ്യസ് മൈൻഡ്, ആൻഡ് ഇൻസൈഡ് ഏറ്റവും താഴെ എന്താണ്? ഇറ്റ്സ് എ അൺകോൺഷ്യസ് മൈൻഡ്. അപ്പോ നമ്മൾ കുഞ്ഞിലേ നടന്നിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കുഞ്ഞു വാവയായിരുന്നപ്പോ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ മുതൽ എല്ലാം പല പല ലെയറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറേ ഡീപ്പായിട്ടുള്ള സാധനങ്ങളല്ലേ എവിടെയുണ്ട്? ഇറ്റ്സ് ഓൺ ദ അൺകോൺഷ്യസ് മൈൻഡ്. ആൻഡ് കുറച്ചും കൂടി മേപ്പോട്ടുള്ളായിരുന്നു നമുക്ക് ഒരുവിധ ബോധം വന്ന സമയത്തിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ വിൽ ബി ദേ ഓൺ ദ സബ് കോൺഷ്യസ് മൈൻഡ്. ആൻഡ് ഏറ്റവും ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ വിൽ ബി ഓൺ ദ അപ്പർമോസ്റ്റ് ലെയർ, ദാറ്റ് ഇസ് എ കോൺഷ്യസ് മൈൻഡ്. അപ്പൊ കോൺഷ്യസ് മൈൻഡിലോട്ട് ഏക്കുന്ന ഓരോ ഹേർട്ടുകളും വാട്ട് ഹാപ്പൻ ഇസ്, നമ്മുടെ ഈ സൈക്കോളജിക്കകത്ത് ഇപ്പൊ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, കുറെ സൈക്കോളജിസ്റ്റ്മാര്, ഡോക്ടേഴ്സ്, അങ്ങനെ കുറെ ഉള്ള ഒരു ഗ്രൂപ്പ്, കൗൺസിലേഴ്സ്, ഇങ്ങനെ കുറെ പേരുള്ള നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അപ്പോ നമ്മൾ ആ ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ ഓരോ ഈ ആൾക്കാരുടെ ക്ലാസ്സുകളും മറ്റുമൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സത്യമാണ്. കാരണം എന്താ? ബിക്കോസ് ഇപ്പൊ ഒരു അച്ഛൻ അമ്മയെ ഹേർട്ട് ചെയ്യുന്നത് കണ്ടു വളരുന്ന ഒരു കുട്ടിയാണെങ്കിൽ, what happen is if it is a female child who is seeing this, ഇങ്ങനെ എന്താണ്, അച്ഛൻ എപ്പോഴും അമ്മയെ ഹേർട്ട് ചെയ്യാണ്. സോ വാട്ട് ഹാപ്പൻ ഇസ് ഈ കുട്ടിയുടെ മൈൻഡിലോട്ട് പോകുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? സോ മെയിൽസ് ആർ ക്രൂവൽ, മെയിൽസ് ആർ സംതിങ് ടു ബി ഹേർട്ട് ടു ദ ഫീമെയിൽസ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു മെസ്സേജ് ആയിരിക്കും എന്ത് പോകുന്നത് കുട്ടിയുടെ മൈൻഡിൽ. സോ വാട്ട് ഹാപ്പൻ ഇസ് ഇഫ് ഷീ ഇസ് ഗെറ്റിംഗ് മാരീഡ്, വാട്ട് ഹാപ്പൻ ഇസ് ഈ കുട്ടിക്ക് എപ്പോഴും ആ പാർട്ട്ണറിനോട് തോന്നുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ പിക്ചർ റെപ്രസെന്റേഷൻ വാട്ട് അബൌട്ട് ഹിസ് ഫാദർ. അപ്പൊ ഈ കുട്ടി എപ്പോഴും എന്തായിരിക്കും ശ്രദ്ധിക്കുക? ഇതുപോലത്തെ ഒരു കമാൻഡിങ് ആയിട്ടുള്ള ഒരാൾ വരരുതേ എന്നായിരിക്കും കുട്ടി ചിന്തിക്കുന്നത്. ഇതാണ് റെസിപ്രോക്കൽ ഇതെന്ന് പറയുന്നത്. സാധാ നമ്മൾ സൈക്കോളജിക്കകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. സൈക്കോളജിക്കകത്ത് ഇപ്പൊ ചില കേസസിനകത്ത് നമ്മൾ കാണാറുണ്ട്. എന്റെ അടുത്തൊരു കേസിനകത്ത് ഒരു മാഡം വന്നു. ഷീസ് ഓൺ എ ബിഗ് പൊസിഷൻ, വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന മാഡമാണ്. അവരൊക്കെ എന്നെ പോലത്തെ ഒരു ഹോമിയോ ഡോക്ടറെ അടുത്ത് വന്ന് സത്യം പറഞ്ഞ ഐ വാസ് ഷോക്ക് ടു സീ ഹർ. അപ്പൊ അവരിങ്ങനെ വന്നിട്ട് എടുത്ത് പറയുന്നത്, അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു മാഡത്തിനെ ആരാ പറഞ്ഞു വിട്ടത്? അപ്പൊ അവര് പെട്ടെന്ന് പറഞ്ഞു, ഐ ഹാവ് എ ക്ലയന്റ്, എനിക്കൊരു ക്ലയന്റ് ഉണ്ട്, ഒരു വലിയ പൊസിഷൻ ഇരിക്കുന്ന ഒരു ക്ലയന്റ് എനിക്കുണ്ട്. അവര് റെഫർ ചെയ്തിട്ടാണ് ഈ ലേഡി എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ ഇവരെന്നോട് പറഞ്ഞൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ എവിടെ ഓഫീസിൽ പോയാലും ആ ഓഫീസിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അത്, കാരണം എന്താ? അപ്പൊ പുള്ളി അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരിക്കലും ഷീസ് നോട്ട് മേക്കിംഗ് എനി പ്രോബ്ലം വിത്ത് എനി മെയിൽസ്. ആണുങ്ങളുമായിട്ട് പുള്ളിക്കാരത്തേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഷീ ഈസ് ഓൾവേസ് മേക്കിംഗ് ഇഷ്യൂസ് വിത്ത് ലേഡീസ്. അപ്പൊ ഞാൻ ചോദിച്ചത് അതെന്താ മാഡം അങ്ങനെ ഈ സ്ത്രീകളുമായിട്ട് മാത്രം എന്താ ഇത്ര പ്രശ്നം വരാൻ കാരണം? അപ്പൊ ആ കേസ് ഞാൻ കൂടുതൽ എടുത്തപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്തത് ഒരു സ്ത്രീ ഇവരുടെ ലൈഫിലേക്ക് കയറി വന്നതോടുകൂടി ഇവരുടെ കുടുംബജീവിതം മൊത്തമായിട്ട് പോയപ്പോഴത്തേക്കും ആ പോകാനുണ്ടായ കാരണം ഒരു മോശപ്പെട്ട സ്ത്രീയുടെ എൻട്രൻസ് കൊണ്ടാണ്. അപ്പൊ ഇവർക്കെന്ന് വെച്ചാൽ ഈ ഇച്ചിരി ഇമ്മോറൽ ആയിട്ട് നടക്കുന്ന സ്ത്രീകളെ ഇവര് ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യും. അത് നമ്മുടെ ഈ മനസ്സിന്റെ ഒരു കളിയാണ്. അപ്പം ഓരോരുത്തരും എന്തുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് ഇഷ്യൂസ് ആവുന്നു, അല്ലെങ്കിൽ ചിലവരോട്ട് ഇഷ്യൂസ് ആകുന്നില്ല, ചിലവരോട്ട് കംഫർട്ടബിൾ ആയിട്ട് പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഈ മനസ്സിനകത്ത് സബ് കോൺഷ്യസ് മൈൻഡിൽ കയറുന്ന കാര്യമോ. ഈവൻ പ്രണയം പോലും അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ പ്രണയത്തിന്റെ സൈക്കോളജി പോലും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളുടെ അമ്മ, ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അമ്മയോ നമ്മുടെ സഹോദരിയോ ഒക്കെ, അമ്മയുടെയോ സഹോദരിയുടെയോ എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റീസ് ഉള്ളൊരു ലേഡിയെ കാണുമ്പം നാച്ചുറലി ഒരു പുരുഷന് ആ ആളിനോട് അട്രാക്ഷൻ തോന്നും. അതുപോലെ ഫീമെയിൽസിനും
ഫീമെയിൽസിന് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ അച്ഛന്റെ എന്തെങ്കിലുമൊക്കെ ചേഷ്ടകളുമായിട്ട് സാമ്യമുള്ള ഒരാളെ കാണുമ്പോൾ ഈ കുട്ടികൾ ഫീമെയിൽസിനും ആ ആളിനോട് ഒരു അട്രാക്ഷൻ തോന്നും. ഐദർ ഫിസിക്കൽ ക്വാളിറ്റീസ് ഓർ സം ഇമോഷണൽ ക്വാളിറ്റീസ് എന്താണെങ്കിലും അതൊക്കെയാണ് ഈ റെസിപ്രോക്കൽ വേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ കേസിനകത്ത് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ എവറി ഡേ. ഓരോ ദിവസവും നമ്മളിപ്പോ ഒരാളെ കാണുന്നു, അല്ലെ നമ്മൾ ഒരാളെ ദ്രോഹിക്കുന്നു, അല്ലെ ചില ആൾക്കാരുണ്ട് എന്താണ് പുറമേ ഭയങ്കര നല്ലതായിട്ട് കാണിച്ചിട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് ആ ആളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഹാപ്പൻ ഇസ് ദാറ്റ് എവറിത്തിങ് ഇസ് ഗോയിങ് ടു ദ സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്ത് ചെയ്യും? ഇത് കയറിപ്പോവും. കയറിപ്പോയിട്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാല് ഈ സബ് കോൺഷ്യസ് മൈൻഡിനകത്തോട്ട് നമ്മൾ ഈ പറഞ്ഞ ഈ ചെയ്യുന്ന ഓരോ കാര്യമാക്കത്തിൽ നമ്മളൊരു നല്ല കാര്യം ഒരാൾക്ക് ചെയ്തു, ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്തു, ഒരു ഇമോഷണലി ബ്രോക്കൺ ഡൗൺ ആയിട്ടുള്ള ഇന്നത്തെ കാലത്ത് ഹെൽപ്പ് എന്ന് പറയുന്നത് ആർക്കും പൈസയും ചോറും തുണിയൊന്നും വേണ്ട. എവറിബഡി എനിക്ക് തോന്നിയിട്ടുള്ള അതാണ്. നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇമോഷണൽ സപ്പോർട്ടാണ്. വെൻ ദ പേഴ്സൺ ഈസ് ബീങ് ബ്രോക്കൺ ഡൗൺ, അത് സാമ്പത്തിക നേട്ടം നോക്കിയിട്ട് ഒന്നും ആയിരിക്കരുത് എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളോട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒരാൾ തകർന്നിരിക്കുന്ന സമയത്ത്, അല്ലെ ഒരാൾക്ക് ഒരു ക്രൈസിസ് ഉണ്ടായി, ഞാൻ അങ്ങനെ ബിലീവ് ചെയ്യുന്നത്. ഒരാൾക്കൊരു ക്രൈസിസ് ഉണ്ടായി, എത്ര മോശപ്പെട്ട കാര്യം അയാൾ ചെയ്തതായിരിക്കട്ടെ, അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അയാളെ ക്രൈസിസിൽ നിന്ന് നമുക്ക് പിടിച്ചോണ്ട് വരാൻ നമുക്ക് ഒരു വിരൽ കൊടുക്കുന്നതാണ് ഒരു ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ചില ആൾക്കാരുണ്ട്, നമ്മളിപ്പം അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ കുറെയൊക്കെ ശരിയാണ്. അതായത് ഇപ്പൊ നമ്മളുടെ കാര്യങ്ങൾ മാത്രം നോക്കി അങ്ങ് പോയാൽ പോരെ, നമ്മളതിനെ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാൻ പോണേ, നമ്മളൊരു ഓരം പറ്റി അങ്ങ് പോയാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിനകത്ത് വരുന്ന ഒരു പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡിസീസുകൾ പറയുന്നു. ഡിസീസുകൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കാർഡിയാക് ഇഷ്യൂസ് വരുന്ന സൈക്കോളജി തന്നെ പറയുന്നത് ഓരോരോ ഡിസീസിനും ആസ് എ സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നാണ്. ഇപ്പൊ ഇഫ് എ പേഴ്സൺ ഇസ് കംപ്ലൈനിങ് ഓഫ് നെക്ക് പെയിൻ, കഴുത്തിലെ വേദനയോ അല്ലെങ്കിൽ സ്പൈനൽ പെയിൻ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇരിക്കാൻ പറ്റുന്നില്ല, സ്പോണ്ടൈലോസിസ് ആൻഡ് സെർവിക്കൽ സ്പോണ്ടൈലോസിസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ സൈക്കോളജി ബിഹൈൻഡ് ദാറ്റ് ഇസ് ആ ആ പറയുന്ന ആൾക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറം സ്ട്രെസ് അദ്ദേഹം താങ്ങുന്നുണ്ടെന്നുള്ളതിന്റെ സൈക്കോളജിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ സെർവിക്കൽ സ്പൈൻ അല്ലെങ്കിൽ നെക്ക് സ്പൈൻ എന്ന് പറയുന്നത്, നെക്ക് പെയിൻ. അതുപോലെ ഹെഡേക്ക് ഇസ് എ സിംറ്റം ഓഫ് സപ്രഷൻ. എന്തോ ഒരു കാര്യമുണ്ട്, പ്രതികരിക്കാൻ പറ്റുന്നില്ല. നമ്മള് ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊടുക്കുമ്പോഴും വരുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് തോന്നുന്നത്, ഇപ്പൊ നമ്മളുടെ അടുത്ത് ഒരു പേഷ്യന്റ് വരുന്നു, പേഷ്യന്റ് വീട്ടിനകത്ത് എക്സ്ട്രീം ട്രോമയിലൂടെ കടന്നുപോയി, അതിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അതിന്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്, ബാക്കിയുള്ള ആൾക്കാരുടെ ജീവിതങ്ങൾ ഓർത്തിട്ട് പലപ്പോഴും പ്ലഡ്ജ് ചെയ്യേണ്ടി വരും. അപ്പൊ എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, വെൻഡിങ് ത്രൂ ലോട്ട് ഓഫ് ട്രോമാസ്. നമ്മൾ മെഡിസിൻ കൊടുത്തു, അപ്പൊ എന്തായി, ഇമോഷണൽ ഹേർട്ട് മാറി. പക്ഷെ വാട്ട് ഈസ് മെയിൻ പ്രോബ്ലം, മെയിൻറ്റെയിനിങ് കോസ് ഈസ് ദെയർ, വീണ്ടും അത് ട്രോമയിലോട്ട് പോയിക്കൊണ്ടിരിക്കുമല്ലയോ. അപ്പം അങ്ങനത്തെ കേസസിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ കോൺഷ്യസ് മെഡിസിനും കൊടുക്കാൻ വി ക്യാൻ ഗിവ് ദിസ് ബയോകെമിക്സ് ഓൾസോ. ബയോകെമിക്സും കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്നാൽ മാത്രമേ ഇത് നമുക്ക് എന്താ പറ്റും, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കൊച്ചിന്റെ കേസിനകത്ത് ഈ കൊച്ചിങ്ങനെ വീട്ടിലെ കാര്യം പറയാൻ, ഞാൻ വീണ്ടും കേസിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ ഈ കുട്ടി വീട്ടിലെ കാര്യം ഇങ്ങനെ പറയാൻ തുടങ്ങി. വീട്ടിലെ കാര്യം പറയുമ്പോൾ കൊച്ചു പറഞ്ഞോണ്ടിരിക്കുന്ന വെച്ചാൽ പറയുന്നത് എന്ത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടാ കൊച്ചു പറയുന്നത്. എന്റെ അച്ഛൻ എന്റെ അമ്മ എപ്പോഴും തല്ലുന്നത് കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അന്നേ ഞാൻ തീരുമാനിച്ചു എനിക്കൊരു ഗവൺമെന്റ് ജോലി വാങ്ങണമെന്ന്. പിന്നെ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, എനിക്ക് കാറ് ഡ്രൈവ് ചെയ്യണം, ഇതൊക്കെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹങ്ങളാണ്, ഇതെല്ലാം ഞാൻ നേടി മേഡം. അപ്പൊ ഞാൻ ചോദിച്ചു, മേഡം ഹസ്ബൻഡിനെ മേഡം, ഞാൻ സത്യം പറഞ്ഞ മേഡത്തോട് തുറന്നു പറയാം, എനിക്ക് അയാളെ ഇഷ്ടമല്ല. ഞാൻ ചോദിച്ചു, അതെന്താ മേഡം ഇത്രയും സ്നേഹിക്കുന്ന ആരാ മേഡം സ്നേഹിക്കുന്നത്? നാട്ടുകാരോട് മൊത്തം ഷോ കാണിച്ചുകൊണ്ട് നടന്ന സ്നേഹമാവോ? നാട്ടുകാരുടെ മുമ്പേ അയാൾ ഉത്തമനായ ഭർത്താവായിരിക്കും, പക്ഷെ അയാൾ ഇമോഷണലി ഞാനുമായിട്ട് ഒട്ടും കണക്റ്റഡ് അല്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇത്രയും നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ദുബായിൽ കൊണ്ടുപോകുന്നു, അപ്പൊ അങ്ങനെ ഒരു അവർ പറഞ്ഞ എല്ലാം കൊണ്ടുപോകുന്ന വേണ്ട മേഡം. അപ്പൊ ഇവര് പറഞ്ഞ ഏറ്റവും വലിയൊരു സങ്കടം എന്തെന്ന് വെച്ചാൽ, മേഡം എനിക്ക് ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ വരുന്ന കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് പേടിയാണ്. ഞാൻ ചോദിച്ചു, എന്താണ്, അതെന്താ കാര്യം? അപ്പൊ ആ കൊച്ചു പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം 8-9 പ്രാവശ്യം ഇന്റർകോഴ്സ് ചെയ്യും അയാള്. അത് എന്തൊരു വാശി തീർക്കും പോലെയാണ് അയാൾ ചെയ്യുന്നത്. അവസാനം ഈ കൊച്ചു ബ്ലീഡിങ് ആയി, ഇതൊരു പരുവാവും. ആരടുത്ത് പോയി പരാതി പറയും, എങ്ങനെ ആരടുത്ത് സങ്കടം പറയാനാണ്? ഇങ്ങനത്തെ ഇത് കാണിക്കുന്നത്. അങ്ങേരുടെ ഒരു ഇതെന്ന് വെച്ചാൽ അത് നമ്മൾ ഈ ഗ്രോൺ അപ്പ് ഇപ്പൊ ചില കേസിനകത്ത് നമുക്ക് തോന്നാറുണ്ട്, എന്തായിരിക്കും, വീട്ടിൽ ഭയങ്കര പാമ്പറൊക്കെ ചെയ്ത് വളർത്തിയ പെൺകുട്ടികളായിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ അച്ഛനും അമ്മയുടെ സ്നേഹമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലൊക്കെ സ്നേഹമൊക്കെ കണ്ടോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചൊക്കെ വരുന്ന കുട്ടികളായിരിക്കും. പക്ഷേ ഈ മെയിൽസിന് യൂഷ്വലി ദർ ഇസ് എ റോങ് കോൺസെപ്റ്റ്. അതായത് മെയിൽസിൽ പലരും ചിന്തിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്സ് ആണ് ഒരു ലേഡിയൊക്കെ കൊടുക്കാൻ പറ്റുന്ന എന്റെ ഏറ്റവും വലിയ സ്നേഹം ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം തന്നെ ഓരോരുത്തരും എന്താണ് പ്രസന്റ് ചെയ്യുന്ന ഡിഫറെന്റ് രീതിയിലാണ്.
അതായത് ഇപ്പൊ ചില മെയിൽസിനെന്ന് വെച്ചാൽ സ്നേഹം, ഞാൻ ഈ പല കേസസും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള വെച്ചാൽ ഒരു ചില മെയിൽസ് പറയുന്ന കേട്ടാൽ നമ്മൾ ഷോക്ക്ഡ് ആവും. അതായത് എനിക്കറിയാവുന്നൊരു മെയിലുണ്ട്, അവരുടെ നല്ല വൈഫാണ്, നല്ല വൈഫും നല്ല ഫാമിലി നല്ല സെറ്റപ്പ്, ആ കൊച്ചു എന്തൊരു സൗന്ദര്യമുള്ള കുട്ടി, നല്ലതായിട്ട് കുടുംബം നോക്കും, പാവപ്പെട്ട ഒരു കുട്ടി, 2 മക്കളും ഉണ്ട്, ആ കൊച്ചിന് ഇതിന്റെ കള്ളത്തരം ഒന്നും അറിഞ്ഞൂടാ. ഈ മനുഷ്യന്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യനെന്ന് വെച്ചാൽ ഇദ്ദേഹം പോകുന്നത് പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ അടുത്തേ പോവും ഇയാള്. പ്രോസ്റ്റിറ്റ്യൂട്ട്സ് പോയിട്ട് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ അയാൾ നേരെ നിർത്തത്തില്ല. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ അടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെ മടുക്കും. അടുത്തതിന്റെ അടുത്ത് പോവും. അടുത്തതിന്റെ അടുത്ത് പോവും. എന്നിട്ട് ഇങ്ങേർക്ക് ഈ പറഞ്ഞ എല്ലാ പല പല പ്രഷേഴ്സുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ അയാൾ ലാസ്റ്റ് പോയി എത്തിയിരിക്കുന്നത് സാഡിസം എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് എന്താണ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അവരെന്ന് പറഞ്ഞ ഈ ചെല്ലുന്ന ഗസ്റ്റിനെ അവര് ഭയങ്കരമായിട്ട് ദ്രോഹിക്കും, അടിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് ടോർച്ചറിങ് ടൈപ്പ് ഓഫ് സെക്ഷൽ റിലേഷൻഷിപ്പാ. അയാൾക്ക് അതേ എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അയാൾക്ക് അതിനോട് ഭയങ്കര അഡിക്ഷനാ. അപ്പൊ മീറ്റിങ്ങിന് പോകുന്നെന്നും പറഞ്ഞ് പലപ്പോഴും എറണാകുളത്തൊക്കെ പോയിട്ട് ഇതാണ് അയാളുടെ പരിപാടി. അതേപോലെ ചില ആൾക്കാരുണ്ട്. ഐ നോ സം മെയിൽസ് ഹു കെയിം ടു മീ ആൻഡ് സേ ദാറ്റ് അവർക്കെന്ന് വെച്ചാ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനോട്, അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്ട്രാ റിലേഷൻഷിപ്പ് ഉള്ള ആളിനോട് തെറി പറഞ്ഞാൽ മാത്രമേ സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇങ്ങനെ പലർക്കും പല രീതിയിലാണ്. അപ്പൊ ഈ കുട്ടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഈ മനുഷ്യന്റെ ഈ ക്രൂവൽറ്റീസ് കാരണം അത് സെക്സിനെ വെറുത്തുപോയി. വാട്ട് ഷീ വാണ്ട് ഈസ് എ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. അപ്പൊ അങ്ങനത്തെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണ് അവർക്ക് ആവശ്യം. ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൽ നിന്ന് ഒന്നും എനിക്ക് വേറെ വേണ്ട. ഐ ജസ്റ്റ് വോണ്ട് എ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വിത്ത് അതർ പേഴ്സൺ എന്നാണ് ഈ കുട്ടി പറയുന്നത്. അപ്പം ഇതായിരുന്നു ആ കേസിന്റെ പ്രസന്റേഷൻ. അപ്പൊ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങള് ഞാനിങ്ങനെ നോക്കി എന്തൊക്കെയാണ് ഈ കൊച്ചിൻ്റെത്. അപ്പൊ ഇതിനകത്ത് കണ്ട ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമ്പർ 1 ഈസ് ഷീ ഈസ് ഹാവിങ് ദ മൂഡ് സ്വിങ്സ്. പിന്നെ വെജൈൽ ഡ്രൈനസ് പറഞ്ഞിരുന്നു. പിന്നെ സ്റ്റൊമക്കിന്റെ കുറേ പ്രോബ്ലം, ഇൻഡൈജഷൻ, ഷീ ഈസ് ടേക്കിംഗ് റാൻടാക് ആൻഡ് ഓൾ ദാറ്റ്, അങ്ങനത്തെ പിൽസ് എല്ലാം എടുക്കുന്നുണ്ട്. കാരണം ഭയങ്കരമായിട്ട് ഫ്ലാറ്റുലൻസും ഗ്യാസ്ട്രിക് ഇഷ്യൂസും ഭയങ്കര കൂടുതലായിട്ടുണ്ട്. പിന്നെ ഈ ഹെഡേക്ക് ഉണ്ട്. ഹെഡേക്ക് എന്ന് വെച്ചാൽ ഈ നെറ്റിയൊക്കെ ഇങ്ങനെ തുണിയിട്ട് കെട്ടി വലിച്ച് മുറുക്കി വെക്കുമെന്നാ പറഞ്ഞത്. അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഇതായിരിക്കും. പിന്നെ ഛർദിക്കുന്നെന്ന് പറഞ്ഞ ഈ കുട്ടി പറയണെന്ന് പറഞ്ഞാൽ ഒരു 12:30 1 മണിക്കൊക്കെ രാത്രി ഛർദിൽ തുടങ്ങിയ 3:30 4 മണി വരെ ഛർദിച്ചോണ്ടേയിരിക്കും. ഇങ്ങനെ പറയും. ആ പിന്നെ വേറൊരു സിംറ്റം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചുമയാണ്. പക്ഷെ ചെത്തി വെച്ച് നോക്കിയപ്പോൾ ഒട്ടും കഫമില്ല. കുറെ നാളുകളായിട്ടേ ചുമ്മാ ഇങ്ങനെ ചുമയ്ക്കും. ചുമച്ചാ കഫം വരത്തില്ല. ചുമ്മാ തൊണ്ട ചൊറിഞ്ഞ് ചുമയ്ക്കുന്നു. ഇത്രയും സിംറ്റംസോട് കൂടിയാണ് ആ കേസ് എന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്തത്. പിന്നെ വേറെ സിംറ്റംസ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഞാൻ ചോദിച്ചു മെൻസ്ട്രൽ ഹിസ്റ്ററി എങ്ങനെയാണ് മാഡം? അത് ബ്ലഡ് ഒക്കെ ഭയങ്കര ഡാർക്കാണ് മാഡം. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ബ്ലഡാണ്. ബ്ലീഡിംഗ് ഒക്കെ കുറച്ച് കൂടുതലാണ്. പിന്നെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടൊരു സിംറ്റം പറഞ്ഞതെന്ന് വെച്ചാൽ മെൻസസിന് മുമ്പ് പണ്ട് നടന്ന കാര്യങ്ങൾ മൊത്തവും എന്റെ തലയിലോട്ട് കയറി വരും മാഡം. എനിക്കത് എന്താണെന്ന് അറിയത്തില്ല. മെൻസസ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒന്നും ഓർമ്മയില്ല, എല്ലാം പോയി. മെൻസസിന് മുമ്പ് ഇത്രയും പ്രശ്നം. പിന്നെ സ്ലീപ്ലെസ്നെസ് പറഞ്ഞിരുന്നു, ഉറങ്ങുന്നേ ഇല്ല. മെഡിസിൻസ് എടുത്ത് നോക്കി, സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു നോക്കി, എല്ലാം പോയി, ഉറങ്ങുന്നേ ഇല്ല. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഈ കുട്ടിയുടെ ഒരു അവസ്ഥ കണ്ടപ്പം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞ ബാലൻസ് മൊത്തത്തിൽ കിളി അടിച്ചു പോയി. കാരണം ഇവർക്കിപ്പോ എന്ത് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. കാരണം ഇപ്പൊ ഈ സംഭവം നാറ്റ കേസായി, ഇനി അയാളുമായിട്ട് റിലേഷൻഷിപ്പ് അവർക്ക് തുടരാൻ പറ്റത്തില്ലെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. കാരണം ഹസ്ബൻഡ് ഈ പറഞ്ഞ കണക്ക് അവരുടെ ഫോൺ എല്ലാം നോക്കുന്നുണ്ട്, മകനെ ഇങ്ങോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മകനും ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്ത്ലി കൊണ്ടുപോകാൻ പറ്റൂല എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, അയാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കളയാൻ അവർ തയ്യാറല്ല. ഇനി എത്ര ഫോൺ എടുത്താലും എന്ത് ചെയ്താലും അയാൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ ഇവർക്ക് സമാധാനമുള്ളൂ എന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചാൽ അങ്ങേര് നിങ്ങളുമായിട്ട് മാത്രമാണോ ജെന്യുവൻ റിലേഷൻഷിപ്പ് ഉള്ളത്? അല്ല മാഡം, അങ്ങേർക്ക് ഒരുപാട് പേരുമായിട്ട് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. പക്ഷെ ഞാൻ എന്താണ് ജീവിതം എന്ന് അറിഞ്ഞത് അങ്ങേരി കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങേരുമായിട്ടുള്ള ഒരു കണക്ഷൻ കട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചു നിൽക്കുവാ. അപ്പോഴേക്കും ഹസ്ബൻഡ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മാഡം ഒരു കാര്യം ചെയ്യട്ടെ, ഇവര് അയാളുടെ കൂടെ പൊക്കോട്ടെ. അപ്പൊ ഇവര് പറഞ്ഞു, അയാളുടെ കൂടെ പോകേണ്ട ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം, ഞാൻ ഒറ്റയ്ക്ക് വിസ്റ്റാൻഡ് ചെയ്തോളാം. മക്കളുടെ കേസോ? അപ്പൊ ഞാൻ ചോദിച്ചു, മാഡം അപ്പൊ കുഞ്ഞുങ്ങളുടെ കേസോ? കുഞ്ഞുങ്ങളെ ആര് നോക്കും? അത് കുഞ്ഞുങ്ങളെ മാഡം പുള്ളി പറയുന്ന അങ്ങേര് കൊണ്ടുപോയിക്കോളാം പിള്ളേരെ എന്നാ അങ്ങേര് പറയുന്നേ. ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ആ കണക്ഷൻ കട്ട് ചെയ്യാൻ ഇവര് തയ്യാറല്ല വീണ്ടും. അതാണ് ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം എന്ന് ഇവര് പറയുന്നത്. അപ്പം
ഇത്രയും സിംറ്റം ആണ് കിട്ടിയത്. അപ്പം ഞാന് ഈ പിന്നെ ഹസ്ബൻഡിനോട് ഇങ്ങനെ ചോദിച്ചു, "മാഡം ഇത്" ഞാൻ ചോദിച്ചു, അപ്പൊ അങ്ങേര് പറയുന്ന പരാതി എന്ന് വെച്ചാൽ, "മാഡം ഇവളെന്തിനാണ് വേറൊരാളുടെ അടുത്ത് പോകുന്നത്? എന്റെ അടുത്ത് ഞാൻ എന്തിന് വേണമെങ്കിലും കൂടെ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ എന്നെ വേണ്ടാന്ന് വെച്ചിട്ട് വേറൊരു മനുഷ്യന്റെ കൂടെ പോകേണ്ട ആവശ്യം എന്താണ്?" എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, അതിപ്പോ ഓരോരുത്തരുടെയും മനസ്സിന്റെ ആഗ്രഹങ്ങൾ, സ്ത്രീകളാണെങ്കിലും പല സ്ത്രീകളുടെയും ഇമോഷണൽ നീഡ് വിൽ ബി ഡിഫറെന്റ്. അപ്പൊ ഒരു സ്ത്രീക്ക് വേണ്ട ഒരു ഇമോഷണൽ നീഡ് ആയിരിക്കത്തില്ല ഈ സെക്സിന്റെ കേസിനകത്തും. യൂഷ്വലി ദ സൈക്കോളജി ബിഹൈൻഡ് ദാറ്റ് ഈസ്, ഈ സെക്ഷൽ റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ ഈ ഗ്രൂമിങ് ഫേസ് അല്ലെങ്കിൽ ഗ്രോയിങ് ഫേസിൽ എന്തെങ്കിലും ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ്, പെയിൻഫുൾ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ഓർമ്മ നമ്മുടെ അകത്ത് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടപ്പുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും വെച്ചാൽ നല്ലൊരു സെക്ഷൽ ലൈഫ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടായ ഒരു ഹേർട്ട് കൊണ്ടാണ് അവർ അതിനെ ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നത്. പക്ഷേ ഇതിപ്പോ ഇവരുടെ കേസിലെന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഇയാൾ വരുന്നെന്ന് പറയുമ്പോഴേ അവർക്ക് ഭ്രാന്താണെന്ന്. ഇവര് കിടന്ന് ഭയങ്കരമായിട്ട് വയലന്റ് ആവും. അങ്ങേര് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബഹളം വെക്കും. പിന്നെ എന്താ വെച്ചാൽ കുട്ടികളെ പിടിച്ച് വീട്ടിൽ മുറിക്കകത്ത് കിടത്തും. ഇവരുടെ കൂടെ പിടിച്ച് കിടത്തും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവരിങ്ങനെ ചെയ്തുകൊണ്ട് അയാള് വരുന്നു എന്ന് പറയുമ്പോഴേ ഇവർക്ക് പേടിയാണ്. അങ്ങോട്ട് പോകാനും പേടി. ഇത്രയായിരുന്നു കേസ് പ്രസന്റേഷൻ. പിന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവര് കരയുന്നുണ്ട്, കണ്ണ് തുടയ്ക്കുന്നുണ്ട്, വീണ്ടും ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ സിംപ്റ്റംസ് അല്ലാതെയും ഈ പറയുന്ന ഫിസിക്കൽ സിംപ്റ്റംസ് പോയി. ഇത്രയായിരുന്നു. അപ്പം നമ്മൾ മെഡിസിൻ ഏതൊക്കെ വരും? നമുക്കൊന്ന് ഞാൻ നേരത്തെ കുറച്ച് മെഡിസിൻ കമ്പയർ ചെയ്ത് പറഞ്ഞു. ഇനി ഇതിനകത്ത് ഈ പൊട്ടിത്തെറിയുടെ ആൾക്കാരെന്ന് പറഞ്ഞ ഒരു 3 പേരാ ഉള്ളത്. പൊട്ടിത്തെറിക്കുന്നവര്. ഒന്ന് സ്റ്റാഫിസഗ്രിയ. പിന്നെ സാഫിയുടെ പൊട്ടിത്തെറി എങ്ങനാ? വല്ലപ്പോഴേ ഉള്ളൂ. എന്നും ഇങ്ങനെ എന്താണ് കുറെ ഇങ്ങനെ വീട്ടിലെ ട്രോമാസ് അല്ലെങ്കിൽ ഒരാൾ നമ്മളെപ്പോഴും എന്താ പറയുന്നത്, ഹരാസ് ചെയ്യുന്നു അല്ലെ ഹേർട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അതിങ്ങനെ സപ്രസ് ചെയ്ത് പോവുകയാണ്. എന്നിട്ട് വല്ലപ്പോഴും ഒരു പൊട്ടിത്തെറി ഇങ്ങനെ ഉണ്ടാവുക, അത്രേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് ഈ ദ പേഴ്സൺ ഇസ് വെരി മൈൽഡ് ആൻഡ് ജെന്റിൽ ആൻഡ് സ്വീറ്റ് പേഴ്സൺ. അതേതാ? സ്റ്റാഫിസഗ്രിയാണ്. എന്ന് വെച്ചാൽ പൾസാരിലെ പോലെ തന്നെ ജെന്റിൽ ആയിട്ടുള്ള വളരെ മൈൽഡും വളരെ ജെന്റിലും വളരെ സ്വീറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് സ്റ്റാഫിസഗ്രിയ. ഇനി അടുത്ത ആള് നമുക്ക് നോക്കാം. നാട്രമൂർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? നേരത്തെ പറഞ്ഞ ഒരു ഇച്ചിരി ചൊറിയായിരിക്കും നാട്രമൂർ. നാട്രമൂർ എന്ന് വെച്ചാൽ ഇപ്പൊ നാട്രമൂറിന് നമുക്കൊരു ഒരു എന്താണ് പറയുന്നത്, ഇതുപോലെ പെയിൻഫുൾ അല്ലെങ്കിൽ ഹേർട്സ് ഉണ്ടായി കഴിഞ്ഞാൽ നാട്രമൂർ പിന്നെ എന്ത് ചെയ്യും? ഒരു മതിൽ അങ്ങ് കെട്ടും. കെട്ടിയിട്ട് എന്ത് ചെയ്യാം? മതിലിനകത്ത് നമ്മൾ 4 പേരും മതി. വേറൊരുത്തനും ആ മതിലിനകത്തോട്ട് കയറി വരണ്ട. ഗേറ്റ് അങ്ങ് പൂട്ടും. അതാണ് നാട്രമൂറിന്റെ പ്രത്യേകത. ഇപ്പൊ ഈ ഈ ഈ പറയുന്ന കേസിന്റെ ഡിസ്കഷൻ നമുക്ക് പറയാം. മൂന്നാമത്തെ ആള്, അത് ഞാൻ ലാസ്റ്റ് പറയാം മെഡിസിൻ. ഇനി അടുത്ത പൊട്ടിത്തെറിയുടെ ഒരാള് കാർസിനോസിനാണ്. കാർസിനോസിനും പൊട്ടിത്തെറിക്കും. പക്ഷെ കാർസിനോസിന്റെ പൊട്ടിത്തെറി എങ്ങനായിരിക്കും? കാർസിനോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ പഴയ എന്താ പറയുന്ന, സത്യം പറഞ്ഞ കല്യാണം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇറ്റ്സ് എന്താ പറയാ, ഇറ്റ്സ് ജസ്റ്റ് എനിക്കത് പറയാൻ പറ്റുന്നില്ല വാക്ക് കറക്റ്റ്. കല്യാണം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒരു ഇഡിയോസി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കല്യാണം നല്ലതാണ്. പക്ഷെ അത് പഴയ ഒരു കാലത്ത് വരെ കല്യാണം നല്ലതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു തലമുറയിലോട്ട് പോകുന്ന ഒരു കേസിൽ എന്താണ്? ഒരു കുട്ടി വളർന്നു വരുവാണ്. കുട്ടി വളർന്നു വരുമ്പോ ആ കുട്ടി കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. കുറേ കാര്യങ്ങളുണ്ട്. ആ കുട്ടിക്ക് ശരിയെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. പണ്ടത്തെ കാലത്ത് കല്യാണങ്ങൾ എന്തുകൊണ്ട് സക്സീഡഡ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റീസൺ എന്തുകൊണ്ടെന്ന് വെച്ചാൽ, പണ്ടത്തെ കാലത്ത് കല്യാണങ്ങൾ അധികവും എന്താണ്, കുടുംബത്തിനകത്തുള്ളതോ പരിചയക്കാരോ ഒക്കെ തന്നെ ആയിരിക്കും. അപ്പൊ എന്താ അതിന്റെ ഗുണം? കൾച്ചേഴ്സും അവരുടെ ആക്ടിവിറ്റീസും അവരുടെ ഫുഡ് ഹാബിറ്റ്സും അവരുടെ ഡിസയേഴ്സും എല്ലാം കോമൺ ആയിരിക്കും. അപ്പൊ വലിയ ഇഷ്യൂസ് വരുന്നില്ല. പക്ഷേ അപ്പൊ പിന്നെ എന്താ ചെയ്യാ? ആ ഫാമിലി ഇനി അഥവാ പ്രശ്നങ്ങൾ വന്നാലും എന്താണ്, കൂട്ടുകുടുംബമാണ്. അതിനകത്ത് തന്നെ സോൾവ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ആ വരുന്ന 2 പേർക്കും ഒരു ലെവലിനപ്പുറത്തോട്ട് പ്രതികരിക്കാൻ പറ്റത്തില്ല. അങ്ങനൊരു എന്താണ് ഇമോഷണൽ ലോക്കിംഗ് ഗ്രൂപ്പ് ഫാമിലീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ പ്രശ്നം എന്താണ്? എങ്ങനെയോ വളർന്നു വന്നൊരു കൊച്ച്, വീട്ടുകാര് ഒരു പരിചയം ഇല്ലാത്ത ഒരാളെ എവിടുന്നെങ്കിലും കൊണ്ടുവന്ന് ഇത്രയും നാള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സർവ്വ സ്വത്തും പ്ലെഡ്ജ് ചെയ്ത് ആ കൊച്ചിനെ കെട്ടിച്ചു വിടുക. കല്യാണത്തിന്റെ അന്നെന്നും പറഞ്ഞ് കെട്ടിച്ചങ്ങ് വിടുവാണ്. കെട്ടിച്ചങ്ങ് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ലോട്ടറി പോലെ അടിച്ചാൽ അടിച്ച് പോയാ പോയി. ആ അവസ്ഥയാണ്. അപ്പം ആ ആ ഒരു രീതിയിലോട്ട് മാരേജ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായി ഇപ്പൊ. അപ്പൊ ഈ കാർസിനോസിന്റെ പ്രത്യേകതയാണ് ഞാൻ പറയാൻ വേണ്ടിയാ വന്നത്. ഇത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇതിലോട്ട് പറഞ്ഞു വിടുന്ന ഒരാളാകുമ്പോ ചിലപ്പോ ആ കുട്ടി എന്താണ്, ഇന്നൊരു കേസ് ഞാൻ കണ്ടു. ആ കേസ് കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയ ആ കൊച്ചിന്റെ അവസ്ഥ. അപ്പൊ അടിക്കാൻ മിട്ടുപിടിക്കിയ കൊച്ചായിരുന്നു. ഒരു MSc BEd റാങ്ക് ഒക്കെ മേടിച്ച് പഠിച്ച കൊച്ചായിരുന്നു. ഏഹ് ഭയങ്കര ഒരു ബിസിനസ് മാഗ്നറ്റ് എന്ന് പറഞ്ഞ ഒരാൾ വന്നപ്പോഴത്തേക്കും അയാളെ കൊണ്ട് ഈ കൊച്ചിനെ കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിപ്പിച്ചിട്ട്
എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ മാഡം 10-20 വരല്ലേ? ഇപ്പം 16 കുഴപ്പമില്ല, കുറച്ചുകൂടെ പറഞ്ഞു. 10-20 ആകുമ്പോൾ നിർത്താമേ. ആ ഓക്കെ. അപ്പോ ആ കുട്ടി ഇതുവരെ കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിപ്പിച്ചിട്ട് ആ കൊണ്ടുപോയ മനുഷ്യന് ഷീ ഈസ് ഹാവിങ് ആൻ എക്സ്ട്രാ റിലേഷൻഷിപ്പ് വിത്ത് എ സീനിയർ ലേഡി. ഭയങ്കര പ്രായമുള്ള ഒരു സ്ത്രീയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ കൊച്ച് അവിടെ ചെന്നപ്പോ തിരിച്ചറിഞ്ഞു. ഇത് കരഞ്ഞ് വീട്ടുകാരെ മൊത്തം വിളിച്ചറിയിച്ചു. ഇങ്ങനെ പോകുന്നുണ്ട്. ആ കല്യാണം കഴിച്ച് കൊണ്ടുപോയ വീട്ടിലെ ചുറ്റിനുള്ള എല്ലാവർക്കും അറിയാം. എല്ലാവരും പറഞ്ഞു കൊടുത്തു. സി ദിസ് പേഴ്സൺ ഈസ് ഹാവിങ് എക്സ്ട്രാ റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് ലേഡി എന്ന് പറഞ്ഞു കൊടുത്തു. ഈ കൊച്ചു വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? വീട്ടുകാരും എല്ലാം കൂടെ ഉപദേശിച്ച്, നാട്ടുകാരെല്ലാം കൂടെ ഉപദേശിച്ച് വീണ്ടും ആ കൊച്ചിനെ പറഞ്ഞു വിട്ടു. കൊച്ചു പോയി ഒരു 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 കുട്ടിയുമായി. അയാൾ ഇത് നിർത്തിയിട്ടുമില്ല. അയാൾ അവരെ ഇവരെ ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ കൊച്ചിന്റെ ഒരു അവസ്ഥ ഇന്ന് ഞാൻ കണ്ടു. ശരിക്കും ഓഹ്! എന്റെ ദൈവമേ! അപ്പൊ ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാ അപ്പൊ ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലുള്ള മാരേജസ് ഒക്കെ നടന്നു കഴിയുമ്പോ, നമ്മളുടേത് ആ കുട്ടിക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ അവസരമില്ല. കുട്ടിക്ക് കുട്ടിയുടെ നട്ടെല്ല് നിൽക്കാൻ അവിടെ അവസരമില്ല. കുട്ടിക്ക് കുട്ടിയുടെ അച്ചീവ്മെന്റ്സ് അച്ചീവ് ചെയ്യാൻ ഡ്രീംസിന്റെ കൂടെ നിൽക്കുന്ന ഒരാൾ കൂടെ ഇല്ല. അത് കിൽഡായി അവിടെ വെച്ച്. അതിനെ കൊല്ലാകൊല ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ്സ് ഇമോഷണൽ ഡെത്ത് സെന്റൻസ് അവിടെ നടക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? ഇത് കുറേ കാലം കിടന്ന് അനുഭവിക്കും. പ്രതികരിക്കത്തില്ല. മിണ്ടാതെ സഹിച്ച് 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 ആ ടോളറബിൾ ലിമിറ്റിന്റെ അങ്ങേ അറ്റം വരെ സഹിച്ചതിന് ശേഷം എന്ത് ചെയ്യും? ഒരേ ലെവലിൽ വയലന്റ് ആയിട്ട് നിൽക്കും. ആരെ കണ്ടാലും ദേഷ്യപ്പെടും. ആരടുത്തും എന്തും പറയും. ബഹളം വെക്കും. അങ്ങനത്തെ ഒരു എക്സ്ട്രീം പൊട്ടിത്തെറി ഇൻ എ കോൺസ്റ്റന്റ് ബേസ് ആണെങ്കിൽ ദാറ്റ്സ് കാസിനോസ്. ഇതാണ് ഓരോരുത്തരും ആ ഓരോ ഡ്രഗ്സും ആ ഇമോഷണൽ ഹേർട്സിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ കേസിനകത്ത് ഞാൻ സെലക്ട് ചെയ്ത മെഡിസിൻ ഇഗ്നേഷ്യ. എന്തുകൊണ്ട് ഇഗ്നേഷ്യ? വൈ ഇഗ്നേഷ്യ? അതിന്റെ സ്ട്രൈക്കിംഗ് പോയിന്റ്സ് ഞാൻ പറഞ്ഞു തരാം. എന്തുകൊണ്ട് ഇഗ്നേഷ്യ എന്ന് വെച്ചാൽ, നമ്പർ 1 മൂഡ് ചേഞ്ചബിലിറ്റി. ഈ മൂഡ് ചേഞ്ചബിലിറ്റി ഉള്ള ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. നമുക്കറിയാം ഒരുപാട് മെഡിസിൻസ് ഉണ്ട് ചേഞ്ചബിൾ മൂഡ് ഉള്ളത്. നമുക്കറിയാം. അപ്പം അത് ഇതിനകത്ത് 1 സ്ട്രൈക്കിംഗ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് നമ്പർ 2 എന്താണ്? ഹെഡേക്ക് ആണ്. ഹെഡേക്ക് പിന്നെ ആണ്. ഹെഡേക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ഹെഡേക്ക് ആണ്? ഹിസ്റ്റീരിക്കൽ ഹെഡേക്ക് ആണ്. ഇവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉള്ള സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോഴേ തലവേദന, ഒരു തല പൊട്ടിത്തെറിക്കാൻ പോലെ തോന്നും. ഞാൻ തല കൊണ്ട് മതിലിടിക്കും, തല കൊണ്ട് തുണിയിട്ട് കെട്ടിവെക്കും, തല പ്രസ് ചെയ്ത് വെക്കും. ഇങ്ങനെയുള്ള ഹിസ്റ്റീരിക്കൽ ഹെഡേക്ക് രണ്ടാമത്തെ സ്ട്രൈക്കിംഗ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ഇൻഡൈജഷൻ. എന്തുകൊണ്ടാ? ഇമോഷണൽ ഇംബാലൻസ്. വാട്ട് ഈസ് ദ സൈക്കോളജി ബിഹൈൻഡ് ദിസ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ്? ഇറ്റ്സ് ജസ്റ്റ് അൺവാണ്ടഡ് ഐഡിയാസ്. അൺവാണ്ടഡ് ഐഡിയാസ് റംബിൾ ചെയ്യുന്നത് തന്നെയാണ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ്. സോ ദാറ്റ്സ് ഇതിനകത്ത് ഇൻഡൈജഷൻ നന്നായിട്ടുണ്ട്, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് നന്നായിട്ടുണ്ട്. പിന്നെ മെൻസ്ട്രൽ സിംറ്റം നോക്കിയപ്പോൾ സംവാട്ട് സെയിം. ആൻഡ് പിന്നെന്തൊക്കെയാണ്? ഏറ്റവും സ്ട്രൈക്കിംഗ് ആൻഡ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഇസ് ദ പെയിൻ ദാറ്റ് ഹാപ്പൻഡ് ഇയേഴ്സ് ബാക്ക് ഈസ് ജസ്റ്റ് റോ. ഇപ്പോഴും റോ ആയിട്ട് തന്നെ കിടക്കുകയാണ്. അത് പച്ചയായിട്ട വേദന അതുപോലെ കിടക്കുന്നു. പിന്നെ അടുത്ത കാര്യം എന്താണ്? ഈ ഓരോ കാര്യം പണ്ട് നടന്ന കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ഈ കൊച്ചു എത്ര പറഞ്ഞിട്ടും അതിന് സങ്കടം തീരുന്നില്ല. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ ലൊക്കേഷ്യസ്നെസ് നമ്മൾ വിചാരിക്കുന്ന ലാക്സസ്, ഒരുപാട് മെഡിസിൻ ലൊക്കേഷ്യസ്നെസ് ഉണ്ട്. അപ്പൊ അതിലൊന്നാണ് ഈ ലൊക്കേഷ്യസ്നെസ്. അതായത് സംസാരം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ വാചാലയാവുകയാണ്. പിന്നെന്താണ്? ചിരിക്കുകയും കരയുകയും ചെയ്യുന്നു. ഒരേ സമയത്ത് ചിരിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ കരയുന്നു, വീണ്ടും ചിരിക്കുന്നു, വീണ്ടും കരയുന്നു. അപ്പം ഇത് എല്ലാം നമുക്ക് ലീഡ് ചെയ്യാം. പിന്നെ ഇപ്പൊ ഈ കേസ് ഇപ്പൊ ഇത് പിടിക്കപ്പെട്ടു ഒരു ഓരോ മെഡിസിനും. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഓരോ മരുന്നും അത് ഡിഫറൻറ്റ്ലി ആയിരിക്കും പ്രതികരിക്കുന്നത്. പക്ഷെ ഈ കൊച്ചു പ്രതികരിക്കുക വെച്ചാൽ ഈ കൊച്ചു വയലന്റ് ആയിട്ട് വീണ്ടും പ്രതികരിക്കുകയാണ്. അതിനോട് വീണ്ടും സ്ട്രോങ് ആയിട്ട് തന്നെ പ്രതികരിക്കുകയാണ്. എന്താണ്? പിന്നെ അത് എനിക്ക് അങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത്. ഷീസ് ഹാവിങ് സം എക്സ്പ്ലനേഷൻസ് ആൻഡ് ഷീസ് സ്റ്റിക്കിംഗ് ഓൺ ടു ദാറ്റ്. പിന്നെ അടുത്തൊരു പോയിന്റ്, കഫ്. ഹിസ്റ്റീരിക്കൽ കഫ് ഉണ്ട്. എന്താണ്? ചുമ. കഫമില്ല, എപ്പോഴും ചുമ. ഇയേഴ്സ് ആയിട്ട് ഷീസ് ഹാവിങ് ദിസ്. ഇങ്ങനെ മാസങ്ങളോളം ഈ ചുമച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കഫമില്ല. ആന്റിബയോട്ടിക് കഴിച്ചു നോക്കി, എല്ലാം ചെയ്തു നോക്കി, ഇല്ല. ഇനി അടുത്ത സാധനം എന്താണ്? ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ആത്മഹത്യക്കകത്ത് വെയിൻ കട്ട് ചെയ്ത് മുറിച്ചും ആത്മഹത്യക്ക് ശ്രമിക്കുന്ന മരുന്ന് ഏതാണ്? ഇഗ്നേഷ്യയാണ്. എന്തുകൊണ്ട്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ നെക്സ്റ്റ്. എന്തുകൊണ്ട് വെയിൻ കട്ട് ചെയ്യുന്നതിന് ഇഗ്നേഷ്യ? കാരണം ഇഗ്നേഷ്യ ഇസ് വെരി ഇമ്പൾസീവ് മെഡിസിൻ. ഒരു കാര്യം തോന്നി പെട്ടെന്ന് ബ്ലേഡ് എടുക്കുന്നു, മുറിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അത് മരിക്കുവോ മരിക്കത്തില്ലേ, മരിച്ചില്ലേ നാണക്കേടാവോ? ഇപ്പൊ നമ്മൾ ഓരോ മരിക്കുന്ന മരുന്നുകളുടെ തന്നെ ഒരു ക്ലാസ് എടുക്കാനുണ്ട് ശരിക്കും. ഓരോ മരുന്നും എന്തുകൊണ്ട് ആ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഡിഫറൻസ് ഉണ്ട്.
അതിന് അത് ശരിക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വൈ ദേ ആർ ഡൂയിങ് ദിസ് ടൈപ്പ് ഓഫ് സൂയിസൈഡ് അറ്റംപ്റ്റ്സ് എന്നുള്ളത് അത് വേറൊരു സൈക്കോളജിയാണ്. അപ്പം ഓക്കെ. അപ്പൊ ഞാൻ ഏകദേശം ഇതിന്റെ വൈ ഇഗ്നേഷ്യ എന്നുള്ളൊരു പോയിന്റിലോട്ട് ഞാൻ എത്തി എത്തി. അതായത് ഇപ്പൊ ഈ പറഞ്ഞ ഇത്രയും സിംറ്റംസ് ഉണ്ട്, മൂഡ് സ്വിംഗ് ഉണ്ട്. ഇനി ഇതൊന്നും അല്ല പ്രധാനം. എന്താണ്? റൈറ്റ് അല്ലാത്ത പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നു. ദാറ്റ് ഈസ് 2 മെഡിസിൻസ്, നാട്രമൂർ ആൻഡ് ഇഗ്നേഷ്യ. അതില് പിന്നെ അതായത് ഇപ്പം ഈ പറഞ്ഞ നാട്രമൂറിനകത്ത് ഇഗ്നേഷ്യക്കകത്ത് ഈ 2 സിംറ്റംസും ഉണ്ട്. അതായത് എന്താണ്? ഫോൾസ് ഇൻ ടു ലവ് വിത്ത് എന്താണ് റോങ് പേഴ്സൺ. നമുക്കൊരിക്കലും ആ പേഴ്സൺ നമുക്ക് യോജിച്ചല്ലാന്നറിയാം. അയാൾക്ക് ഫാമിലി ഉണ്ട്, അയാൾക്ക് കുടുംബമുണ്ട്, അയാൾക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയാം. ബട്ട് അഗെയിൻ കാൺ ഗെറ്റ് ഔട്ട് ഫ്രം ദിസ് റിലേഷൻ ബിക്കോസ് ഓഫ് ദ പ്ലഷർ. ഈ പ്ലഷർ എന്ന് പറഞ്ഞാൽ എന്തോ സംഭവം ശരിക്കും പറഞ്ഞ ഈ പ്രണയം എന്ന് പറയുന്ന സാധനം തന്നെ എന്താണ് സംതിങ് സൈക്കോളജിക്കൽ ആണ്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു പ്രത്യേകതയുണ്ട്. വാട്ട് ഈസ് ഡൊപ്പാമിൻ ഇഫക്റ്റ് ആണത്. ഡൊപ്പാമിൻ ഇഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ ഒരു 5 ദിവസം കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളെ വിളിച്ചുകൊണ്ടിരുന്നാൽ വാട്ട് ഹാപ്പൻ? ഡൊപ്പാമിൻ സ്പൈക്ക് ഉണ്ടാവും നമ്മുടെ ബ്രെയിനിൽ. ഡൊപ്പാമിൻ സ്പൈക്ക് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? ഇഫ് ദേ കോളിംഗ് ഫോർ അബൌട്ട് 1 to 1 week കോൾ നമ്മളെ കോൾ ചെയ്യുന്നുണ്ട്. വി ആർ ഗെറ്റിംഗ് പ്ലഷർ ഫ്രം ദാറ്റ് സംബഡി ടു വെയിറ്റ് ഫോർ us. They're giving us good morning, they're giving us good night, and such a type of messages are coming. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സിനകത്ത് ഒരു സുഖം കിട്ടുകയാണ്. ആരോ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ആരോ നമുക്ക് വേണ്ടി പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നൊക്കെ തോന്നുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഡൊപ്പാമിൻ സ്പൈക്ക് ചെയ്യും. ഇത് എത്ര നാൾ വരെ നിൽക്കും? 1.5 വർഷം വരെ നിൽക്കും ഡൊപ്പാമിൻ ഇഫക്റ്റ്. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ if the person is not calling us, if the person is not communicating with us, what happen is that there will be a cry from the mind, oh the person is not calling me. അപ്പൊ ആ സമയത്ത് ഉണ്ടാകുന്ന എന്താ പറയുന്ന ഒരു സബ് കോൺഷ്യസ് മൈൻഡിന്റെ പിന്നെ സറണ്ടർ ആണ് സത്യം പറഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സിലോട്ട് പോകാനുള്ള കാരണം. കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ യു നോട്ട് ഗെറ്റിംഗ് ദ പ്ലഷർ. അപ്പൊ എന്ത് സംഭവിക്കും? മനസ്സ് കരയാൻ തുടങ്ങും. ഓ കമോൺ കോൾ ദാറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞ് നമ്മുടെ മൈൻഡിലോട്ട് മെസ്സേജ് വന്ന് തുടങ്ങാൻ തുടങ്ങും. സോ ദാറ്റ്സ് വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ. അപ്പൊ ഇങ്ങനത്തെ കേസസിനകത്തൊക്കെ വാട്ട് ടു ഡു? ഇപ്പൊ നമ്മൾ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്കി. നമ്മളിപ്പോ ഹോമിയോപ്പതി മെഡിസിൻ ഒക്കെ ഹോമിയോപ്പതി മെഡിസിൻ ഇറ്റ്സ് ആക്ടിങ് ഓൺ ഡിഫറെന്റ് വേസ്, ആക്ടിങ് ഓൺ ഡിഫറെന്റ് പോയിന്റ്സ്, എവറിത്തിങ് ഈസ് ഓക്കെ. ഞാൻ 2 മിനിറ്റ് ആക്കിയിട്ട് നിർത്താമേ. അതായത് എല്ലാം നമ്മൾ പറയുന്ന ഇസ് ഓക്കെ. പക്ഷേ ദ പ്രോബ്ലം ഇസ് ദാറ്റ് നമ്മളിപ്പോ ഒരു ചില കേസിനകത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് അവക്ക് മറ്റേതിന്റെ സൂക്കേടാ അങ്ങനെയൊക്കെ പറയുന്ന ഒരിക്കലും ഞാൻ ചില ഡോക്ടേഴ്സും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവക്ക് മറ്റേതിന്റെ സൂക്കേടാണ് മറ്റേ. അങ്ങനെയൊന്നും അല്ല. ഇറ്റ്സ് സംതിങ് ഡിഫറെന്റ്. ദാറ്റ് ഈസ് നമ്മളൊരു ആ പേഷ്യന്റ് ഷൂസിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ എന്ന്. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കേസസിനകത്ത് പോയപ്പോൾ ഗീവിംഗ് ദ ഇഗ്നേഷ്യ മെഡിസിൻ കൗൺസിൽ മെഡിസിൻ കൊടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻ ഇസ് ഞാൻ പറയാം അതിൽ വന്ന ചേഞ്ച് എന്താണെന്ന് ഞാൻ പറയാം. ആ വന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഈ പേഷ്യന്റ് പിന്നെ കാണാനില്ല. ഞാൻ ഇഗ്നേഷ്യ കൊടുത്തു വിട്ടു, ആളെ കാണാനില്ല. ഇനി എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിതിൻ ഒരു 15-20 ഡേയ്സിനകത്ത് ഈ കൊച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം വാട്ട് ഐ ഡിഡ് വാസ് റോങ്. ഐ വോണ്ട് ടു സേ പിന്നെ സോറി ടു മൈ ഹസ്ബൻഡ്, ഐ വെൻ റോങ്, ഐ വോണ്ട് ടു കം ബാക്ക് ടു മൈ ലൈഫ്. മാഡം ഹസ്ബൻഡിനെ വിളിക്കണം, എനിക്ക് മാഡത്തിന്റെ മുന്നിൽ വെച്ച് എനിക്ക് സംസാരിക്കണം. മാഡം ഞാൻ പുള്ളിയെ വിളിക്കണം, വരുത്തണം. വാട്ട് ഐ ഡിഡ് വാസ് റോങ്, ഷീ റിയലൈസ്. ദാറ്റ് ഈസ് എ പവർ ഓഫ് ഹോമിയോപ്പതി. അതാണ് നമ്മൾ കണ്ടത്. ഇഗ്നേഷ്യ 50 ml ഞാൻ കൊടുത്തത് ഒരു ഡോസ്. അത്ര സിമിലാരിറ്റി എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇഗ്നേഷ്യ കൊടുത്തത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ ഇതുവരെ ഞാൻ ആ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കും. ഷീസ് ഓക്കെ ഗോയിങ് ഓൺ വെൽ, ഗോയിങ് വിത്ത് ദ ഫാമിലി, ഷീസ് നൗ വർക്കിംഗ് ഓൺ ദ യൂണിവേഴ്സിറ്റി കേരള. ഒരുവിധം കുഴപ്പമില്ലാതെ ഫാമിലി പോകുന്നു. അപ്പൊ അത് ബ്രേക്ക് ആക്കാതെ കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ മെഡിസിൻ. ഓക്കെ, താങ്ക് യു. ആകെ ഒരു ഡോസേ കൊടുത്തിട്ടുള്ളൂ ഡോക്ടർ. ഒറ്റ ഡോസേ കൊടുത്തിട്ടുള്ളൂ മാഡം. പക്ഷെ ഇതുവരെയും വലിയ പ്രശ്നമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു തരിപ്പുണ്ട് ഇവർക്ക്. മെൻസസ് ആകുന്നതിന് മുമ്പ് ഇവർക്ക് ഒരു ചെറിയ കിരിയിരിപ്പുണ്ട്. അപ്പൊ ആ സമയത്തൊന്ന് മാനേജ് ചെയ്യാനായിട്ട് ഞാൻ എന്താ ചെയ്തത്, ഇഗ്നേഷ്യ 50 ml കൊടുത്തു. സോ 1 പിൽ എടുക്കാൻ 1 പിൽ പിന്നെ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ സ്റ്റിയർ ചെയ്തിട്ട് അതിൽ നിന്ന് 1 സ്പൂൺ എടുത്ത് കഴിച്ചിട്ട് ബാക്കി കളയാനായിട്ട് പറഞ്ഞു. ബാക്കി ഞാൻ കൊടുത്തിട്ട് വാട്ട് ഐ എം ഡൂയിങ് ഇസ് യു ടേക്ക് 1 പിൽ എവറി ടൈം ഇറ്റ്സ് എ ടൈം ഓഫ് മെൻസസ്. അപ്പൊ അവര് പറയുന്ന വെച്ചാൽ മാഡം ഇവർക്ക് ഒരുപാട് വയലൻസ് കുറഞ്ഞു എന്നാ പറയുന്നത്. ആ പീരീഡിന് മുമ്പ് ഇവര് കാണിച്ചു കൂട്ടുന്നത് വെച്ചാൽ ഇവര് ആരെ കാണുന്നു അവരടുത്തെല്ലാം വഴക്കുണ്ടാക്കും പീരീഡിന് മുന്നേ. അത്രയും ഇമോഷണൽ ട്രോമയാണ് ഇവർക്ക്. ഇമോഷണൽ സ്ട്രെസ് എല്ലാം പഴയത് ഓർമ്മ വരും. അപ്പൊ ഞാൻ പറഞ്ഞു യു നോ ഇറ്റ്സ് ഹാപ്പനിങ്. ഇപ്പൊ യോഗയും കൂടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഷീസ് ഓക്കെ ആൻഡ് ഗോയിങ് ഓൺ വെരി നൈസ്ലി വിത്ത് ദ ഫാമിലി. മക്കളെ കാര്യം ശ്രദ്ധിക്കുന്നു, മക്കളെ ട്യൂഷൻ കൊണ്ടുവിടുന്നുണ്ട്. ആ മക്കൾ എന്ന് പറഞ്ഞൊരു ലോകത്തേക്ക് അവർക്ക് തിരിച്ചു പോകാൻ പറ്റി. ആൻഡ് ഒരു കാര്യം കൂടെ പറയാം, ഇതിനകത്ത് ഒരെണ്ണം കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. പൊട്ടൻസി ഗിവൺ വാസ് ഇഗ്നേഷ്യ 50 ml, നാട്രമൂർ 6x വാസ് ഗിവൺ ആസ് ബയോകെമിക്.
ഇത്രയും വെച്ചിട്ട് പോകും. പക്ഷെ നല്ല രീതിയിൽ ഒരു പേര് കിട്ടിയ കേസായിരുന്നു അത്. കാരണം അത് ഭയങ്കര ഒരു വണ്ടർഫുൾ ആയി. കാരണം എന്റെ അടുത്ത് റെഫർ ചെയ്തത് ആക്ച്വലി ഷി വാസ് റെഫേർഡ് ബൈ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പരിചയമുള്ള ഒരാൾ വിളിച്ച് പറഞ്ഞിട്ടാണ് ഇവരെ റെഫർ ചെയ്തത്. ആ ലേഡി എന്നോട് പറയുക വെച്ചാൽ ഡോക്ടറെ എന്തുമാത്രം ഇവർക്ക് വ്യത്യാസം വന്നെന്ന്. ഒരു കുഴപ്പമില്ല ഇപ്പൊ അവര് ഹസ്ബൻഡുമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതൊക്കെ ഇവരുടെ ഒരു എന്താ പറയുന്ന അഡോളസൻ ഏജിൽ ഇവർക്കുണ്ടായ എന്തോ ഹേർട്ടാണ് ഇവിടെ കൊണ്ട് എത്തിച്ചത്. ആ അച്ഛൻ കാണിച്ചതിന് ക്രൂവൽറ്റിക്ക് ഉണ്ടായ ഒരു പ്രതികാരമായിരിക്കാം ഇത്. ഓക്കെ, നന്ദി. വളരെ കുറച്ച് നാൾ കൂടി നല്ലൊരു ക്ലാസ്. അതായത് മറ്റേ ഡിസീസ് വെച്ചുള്ള ക്ലാസ്സുകളാണ് 3-4 പ്രാവശ്യമായിട്ട് അതെ ഡോക്ടർ അതെ എടുക്കുന്നത്. ഇവിടെ വീണ്ടും ഇന്ന് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്ലാസ് നമുക്ക് ലഭിച്ചു. ആർക്കെങ്കിലും ഡോക്ടറോട് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം. 4 മിനിറ്റാണ് ഉള്ളത്. എങ്കിലും അത്യാവശ്യം ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായം പറയാനോ സംശയം ചോദിക്കാനോ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ശ്രീധരക്കുറുപ്പ് ഒരു സാർ കാര്യം ഉണ്ടല്ലോ. കൂടെ മാഡം ആരൊന്നും പറയുന്നില്ല. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ IFPH വന്ന് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ശരിക്കും ഓടിപ്പടച്ച് വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്ന എന്റെ ഒരു വിശ്വാസം. കാരണം വെച്ചാൽ മിക്കവാറും നമുക്ക് സമയം കിട്ടാറില്ല. പല കാര്യങ്ങൾക്ക് ഓടി നടന്നിട്ടൊക്കെ വന്നൊക്കെ ചാടിക്കയറി എടുക്കും. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊക്കെ DMO ഓഫീസിൽ പോയപ്പോൾ ഒരു മാഡം വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, നിത്യ ഡോക്ടറേ എന്ത് നന്നായിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഭഗവാനെ ഈ ക്ലാസ് ഒക്കെ എല്ലാവരും കേൾക്കുന്നുണ്ടോ ഈശ്വര. ഞാൻ വിചാരിക്കുന്നത് ഇതൊന്നും ആരും കേൾക്കുന്നില്ലായിരിക്കും. എന്താ അവസ്ഥ? നമ്മളിങ്ങനെ വൺ വേ ടോക്ക് ആയതുകൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പുറം നിൽക്കുന്നവന്റെ അവസ്ഥ എന്തോ നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോഴാണ് ഞാൻ അതൊരു ശരിക്കും അറിയാം. അല്ലാതെ തന്നെ ഈ വിദേശത്തു നിന്നൊക്കെ ഓരോരുത്തരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് മാഡം. ആരാന്ന് പോലും അറിയത്തില്ല. ആരൊക്കെയോ ഇത് എന്നെ മറ്റേ ഭയങ്കര പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. യൂട്യൂബിലുണ്ടല്ലോ ഡോക്ടറെ. അതാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ അതുകൊണ്ടായിരിക്കും. ആളുകൾ അതാ ഈ അറ്റൻഡ് ചെയ്യുന്നത്. IFPH പ്ലാറ്റ്ഫോമില് ഈ പറഞ്ഞ കണക്ക് സാറിന് IFPH ഉള്ളത് കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഞാൻ തന്നെ കുറേ വർക്ക് ചെയ്ത് കുറെ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയി പോയതാ. ധനേഷ് സാറ് വിളിക്കുമ്പോൾ ഞാൻ ബുക്ക് മൊത്തം തട്ടിപ്പൊത്തി വീണ്ടും എടുത്ത് എന്റെ നോട്ടുകളെല്ലാം എടുത്ത് വെച്ച് പ്രിപ്പയർ ചെയ്ത് എന്തായാലും ഒക്കെ ഡോക്ടറെ അത് നോക്കാറുണ്ട്. നല്ല പ്രയോജനമുണ്ട് എല്ലാവർക്കും ഡോക്ടറുടെ ഈ ക്ലാസ് വളരെ കൊണ്ട്. സന്തോഷം മാഡം, നമുക്ക് വളരെ സന്തോഷം. ശ്രീധരക്കുറുപ്പ് സാർ ഓക്കെ. ഞാൻ സാറിന് ഞാനിത് എനിക്ക് സത്യത്തിൽ ഉറക്കം വന്നാ. ഞാൻ 2 ദിവസമായിട്ടൊരു എന്നാ ഒരു വർക്ക്ഷോപ്പിൻ്റെ ടിയുടെ ബോംബെക്കകത്ത്. അന്നേരം വന്നതേ ഉള്ളൂ. എന്നാലും ചുമ്മാ ഒന്ന് ആരാണെന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഉറക്കം വന്നെങ്കിലും ഡോക്ടർ നിത്യയുടെ ക്ലാസ്സാ സൈക്കോളജിയെ കാണുമെന്ന് എനിക്കറിയാം. ഇതുപോലത്തെ ഉള്ള കേസുകളൊന്നും എനിക്കറിയാം സാധാരണ കേസ് വരികയാണെങ്കിൽ. അതുകൊണ്ട് വളരെ നന്നായിരുന്നു. ഞാൻ കഴിഞ്ഞ താങ്ക് യു സർ. 50 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പ്രത്യേകിച്ച് 30 വർഷമായിട്ട് ഞാൻ ഇതുപോലെയുള്ള ഡിപ്രഷനും ഇതുപോലെയുള്ള പ്രോബ്ലം നമ്മുടെ മെഡിസിനെ വേറൊരു മെഡിസിനും ഈവൻ അലോപ്പതി അല്ല ഏത് മെഡിസിനും പറ്റത്തില്ല. അത് പ്രത്യേകിച്ച് സൈക്കോളജിയും കൂടെ ഉണ്ടെങ്കിൽ. എനിക്കിപ്പം അറിയാവുന്ന ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഡോക്ടർ ചെയ്യുന്നത്. അതുകൊണ്ട് അതെ സാറേ. നോ ഈക്വലന്റ് മെഡിസിൻ equivalent to homeopathy. No other medicine cannot change. And if you are doing, sorry, മലയാളമാണ് അല്ലേ. അന്നേരം നമ്മള് ഇതിന്റെ കൂട്ടത്തിൽ സൈക്കോളജി, അതായത് ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മരുന്ന് മന്ത്രം തന്ത്രം. അതായത് മരുന്ന് നമ്മുടെ മെഡിസിൻ, മന്ത്രം കൗൺസിലിംഗ്, തന്ത്രം അതിൻ്റെ അകത്ത് ആപ്ലിക്കബിലിറ്റി. ഡോക്ടർ എടുക്കുന്ന കേസ് വളരെ ഡീറ്റെയിൽസ് ആയിട്ട്, കാര്യം ഒരു കേസ് കൊണ്ട് കാര്യം PPT ഒന്നും ഇല്ലെങ്കിലും വളരെ എഫക്റ്റീവായിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിച്ചു. കൊള്ളാം. താങ്ക് യു സർ. വെരി ഗുഡ് കേസസ്. സോ ഐ ലൈക്ക് ഹിയർ യുവർ. പിന്നെ ഞാൻ ഇംഗ്ലീഷിലോട്ട് പറഞ്ഞു, കാരണം ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞേക്ക് ഇങ്ങോട്ട് വന്ന അതുകൊണ്ടാണ്. അപ്പം അന്നേരം ഡോക്ടറുടെ കേസ് ഇനി ഇതുപോലെയുള്ള കേസുകൾ കേൾക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നല്ല ക്ലാസ്. വെരി ഗുഡ്. ഐ അപ്രീഷിയേറ്റ് യു. താങ്ക് യു. നന്ദി ശ്രീധരക്കുറുപ്പ് സാറേ. ഇനി ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് സോയ ഈപ്പൻ ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഡോക്ടർക്ക് ഒരു നന്ദി പറയണേ. സോയ ഈപ്പൻ ഡോക്ടർ. ഡോക്ടറെ, ഞാൻ പകുതിയായപ്പോഴാണ് കയറിയുള്ളൂ. നിത്യ ഡോക്ടറുടെ ക്ലാസ് നല്ലതാണെന്ന് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. നല്ല ക്ലാസ്സാണ് ഇന്നും. ഇന്ന് ഞാൻ പകുതിയെ കേട്ടുള്ളൂ. കേട്ടെടുത്തോളം നല്ലതാണ്, കേട്ടെടുത്തോളം ഇൻട്രസ്റ്റിംഗുമാണ്, നല്ലതായിരുന്നു. താങ്ക് യു മാഡം.
അതിപ്പം പിന്നെ എനിക്ക് നേരത്തെ ഉള്ളവർ അവിടെ ഇരുന്ന് ഒക്കെ അതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ട്. അത് ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലോ അല്ലേ? അറിയാമോ? ഡോക്ടറും ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലോ അല്ലേ? ഏതാ ദിവ്യശ്രീ ഡോക്ടറാണോ? ദിവ്യശ്രീക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യ ഭാഗം എനിക്ക് കേറാൻ പറ്റിയില്ല, എനിക്ക് തിരക്കായിരുന്നു വീട്ടില്. ആ സാരമില്ല, ഡോക്ടറും അതുപോലെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വളരെ മാഡം. ഇൻട്രസ്റ്റിംഗ് ആണ്. ഡോക്ടറോട് ഞാൻ നേരത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുമുണ്ട്. ഇന്ന് എനിക്ക് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ കിട്ടിയിട്ടില്ല. എന്നാലും നല്ല ക്ലാസ്. ഇനിയും നല്ല ക്ലാസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു മാഡം. IFBCന്റെ പേരിലും എന്റെ പേരിലും പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നു. നന്ദി താങ്ക് യു സന്ധ്യ മാഡം. ഡോക്ടർ. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ്. മാഡം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ 1756 സൂം വെബിനാർ വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. വീണ്ടും ഇതുപോലുള്ള ക്ലാസ്സുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരണം, അതും കൂടെ പറയുകയാണ്. ഓക്കെ വരാം മാഡം. ഈ തിരക്കും ഉണ്ടാണ് മാഡം, വരാൻ ബുദ്ധിമുട്ട്. ഇടയ്ക്ക് ധനേഷ് സാറ് പാവം ധനേഷ് സാർ എന്നെ ഓട്ടിച്ചിട്ട് പിടിക്കുന്നതാ. എന്തായാലും ഇന്നത്തെ ഈ ക്ലാസ്സിൽ അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഡോക്ടറുടെ ക്ലാസ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇന്ന് നമുക്ക് കൂടുതൽ പേര് പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 1756 സൂം വെബിനാർ വളരെ ഭംഗിയായി അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.